നമസ്കാരം. ആയുർവേദ ഡോക്ടർമാർക്കും ഹോമിയോ ഡോക്ടർമാർക്കും ഒരു ചെറിയ കോഴ്സ് കൊടുത്ത് അവരെ അലോപ്പതിക്കാരാക്കി മാറ്റാനുള്ള ഒരു നീക്കം ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്നു. ഗ്രാമീണ മേഖലകളിൽ ഡോക്ടർമാരുടെ ലഭ്യതക്കുറവാണ് ഇങ്ങനെ ഒരു നീക്കത്തിന് അവരെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഈ നീക്കം യുക്തിസഹമാണോ? ഇങ്ങനെയാണോ ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്? ഈ വിഷയമാണ് കേരള സമിറ്റ് ഇന്ന് പരിശോധിക്കുന്നത്. ആയുഷ് ഡോക്ടർമാരെ അലോപ്പതിക്കാരാക്കുന്നത് എന്തിന്? ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ക്വാളിഫൈഡ് പ്രൈവറ്റ് ഹോമിയോപ്പതിക് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അൻസാർ പി വി, മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് യൂണിയൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് CP ഗോപികൃഷ്ണൻ, വിദ്യാഭ്യാസാവകാശ പ്രവർത്തകൻ ശ്രീ ഷാജർ ഖാൻ, ഫിസിഷ്യനും സോഷ്യൽ ആക്ടിവിസ്റ്റുമായ ഡോക്ടർ നസീർ പി, IMA സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ഡോക്ടർ AK അബ്ദുൽ ഖാദർ. മറ്റ് വിദ്യാർത്ഥികളും പ്രേക്ഷകരും ഈ ചർച്ചയിൽ പങ്കുചേരുന്നു. ഡോക്ടർ AK അബ്ദുൽ ഖാദർ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല എന്നത്. അതാണ് പ്രധാനപ്പെട്ട കാരണമായി, ഈ ഒരു നീക്കത്തിന് പ്രധാന കാരണമായി കേന്ദ്ര സർക്കാർ പറയുന്നതും. ഇതാണോ അതിനുള്ള പോംവഴി? വടക്ക് കിഴക്കൻ സ്റ്റേറ്റുകളുടെ ഗ്രാമങ്ങളിൽ വേണ്ടത്ര ഡോക്ടർമാർ മാത്രമല്ല, സ്കൂളുകളില്ല, ടീച്ചർമാരില്ല, പാലം ഇല്ല, റോഡില്ല. ഇതിനൊക്കെ പരിഹാരമായി യോഗ്യതയില്ലാത്ത എഞ്ചിനീയർമാരെ പാലം പണിയാനോ സ്കൂൾ പഠിപ്പിക്കാൻ തീരെ ട്രെയിനിങ് ഇല്ലാത്ത അധ്യാപകന്മാരെയോ അല്ലല്ലോ നിയോഗിക്കേണ്ടത്. ഓരോ വിദ്യാർത്ഥിയും ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ അവർ ക്ലിനിക്കൽ പഠനങ്ങളാണ്. എങ്ങനെ രോഗിയെ ചികിത്സിക്കണം, അതായത് നമ്മുടെ ഗ്രാമത്തിലെ ജനങ്ങൾക്കും നല്ല ചികിത്സ, ദൂരവ്യാപകമായ രീതിയിൽ അവരെ ആരോഗ്യത്തെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഗുണനിലവാരമുള്ള ചികിത്സ കിട്ടണമെങ്കിൽ അവർക്ക് ഒരു 3rd ക്ലാസ് റേറ്റ് ചികിത്സ സർക്കാർ അനുമതിയോടുകൂടി കൊടുക്കുന്ന ഒരു സങ്കര ചികിത്സ മുറിവൈദ്യന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് ആവാൻ പാടില്ല. ഇതിന് പരിഹാരം വേറെ ഉണ്ട് എന്ന് നമുക്കറിയാം. തിരിച്ചു വരാം. ശ്രീ CP ഗോപികൃഷ്ണൻ, കേരളത്തിലെ അവസ്ഥയല്ല, നോർത്ത് ഈസ്റ്റിലെയോ അല്ലെങ്കിൽ ഗുജറാത്തിലെയോ മറ്റേതെങ്കിലും ഉത്തർപ്രദേശിലെയോ ഒക്കെ ഒരു ഗ്രാമത്തിലേക്ക് എന്നാൽ കേരളത്തിൻ്റെ അവസ്ഥയല്ല. പക്ഷേ ഇത് ഇന്ത്യക്ക് പൊതുവായാണ് ഈ നിയമം ബാധകമാവുക ഈ നിലയ്ക്ക് നടപ്പാക്കിയാൽ. അവിടെ തന്നെ ഇതിൻ്റെ യുക്തിയെ ചോദ്യം ചെയ്യാവുന്ന തരത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇങ്ങനെയാണോ ഇത് നടപ്പാക്കേണ്ടത്? പ്രധാനമായിട്ടും നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ പുനഃസംഘടനയിൽ അല്ലെങ്കിൽ അതിൽ ആയുഷ് ഡോക്ടർമാരുടെയും രാജ്യം നേരിടുന്ന ഒരു ഗുരുതര പ്രശ്നത്തിൻ്റെയും കാര്യം കൂടെ ഈ ഇതിലേക്ക് എടുത്തു എന്നുള്ളതാണ്. പൊതുജനത്തിന് നേരിട്ട് ബാധകമാകുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നത് ആയുഷ് ഡോക്ടർമാർക്ക് ഈ പരിശീലനം നൽകിക്കൊണ്ട് അവരെ കൂടി ഈ പറഞ്ഞ അലോപ്പതി പ്രാക്ടീസ് ചെയ്യുന്ന തരത്തിലേക്ക് മാറ്റി തീർക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇതിൽ ഒന്ന്, ഗ്രാമീണ മേഖലയിലെ ആരോഗ്യ പരിരക്ഷ രാജ്യം നേരിടുന്ന വെല്ലുവിളിയാണ്. കേരളത്തെ പോലെയുള്ളൊരു സംസ്ഥാനത്തിൽ പോലും ഇന്ന് ശിശുമരണങ്ങളും ആദിവാസി മേഖലയിലുള്ള സ്ത്രീ രോഗികളുടെ, ഗർഭിണികളുടെ മരണങ്ങളും ഗുരുതരമായ വിഷയങ്ങളും ഇന്ന് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. അത് പൂർണ്ണമായും ഡോക്ടർമാരുടെ ലഭ്യതക്കുറവല്ല അതിൻ്റെ അടിസ്ഥാന കാരണം. അതിന് മറ്റ് സാമൂഹ്യ വിഷയങ്ങൾ മറ്റ് പലതുമുണ്ട്. ഇവിടെ ഞാൻ മുഴുമിച്ചില്ല. ഇതിൽ കേരളത്തിലെ PSC തന്നെ കോൾ ഫോർ ചെയ്തിട്ടുള്ള വേക്കൻസികളിലേക്ക് അപേക്ഷകരില്ലാത്തൊരു യാഥാർത്ഥ്യം ഇവിടെ ഉണ്ട്. കേരളത്തിൽ പോലും ഉണ്ട്. ബ്രിഡ്ജ് എന്നുള്ള ഒരു പദ്ധതിയിലൂടെ നിർബന്ധമായും ഓൾറെഡി രാജ്യത്ത് നിലവിൽ ഇഗ്നോൻ്റെ കീഴിൽ അത്തരത്തിലൊരു കോഴ്സുണ്ട്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവീസ്. അവർക്ക് പ്രാക്ടീസിന് വളരെയധികം ലിമിറ്റേഷൻസ് ഉണ്ട്. അവർ അലോപ്പതി പ്രാക്ടീസ് നടത്തുക എന്നുള്ളതല്ല ഇതിൻ്റെ മുന്നിലുള്ള ഇത്. റൂറൽ മെഡിക്കൽ മിഷനിലേക്ക് ഇത്തരം പ്രവർത്തകരെ വിനിയോഗിക്കാൻ താൽക്കാലികമായിട്ടൊരു ബ്രിഡ്ജ് ചെയ്യാനുള്ള ബ്രിഡ്ജ് ഗ്യാപ്പിംഗ് എന്നുള്ള രീതിയിൽ ഇവരെ വിനിയോഗിക്കാനുള്ള സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളാണെങ്കിൽ ഇത് സ്വാഗതാർഹം തന്നെയാണ്. ഒരു താൽക്കാലികം, ലോങ് ടേം എന്നുള്ളതല്ല. ഇതിന് 2 തരത്തിൽ തന്നെ കാണേണ്ടതുണ്ട്. ഒന്ന്, ഒരു ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ ഈ വിഷയത്തെ താൽക്കാലികമായിട്ട് ചെയ്യാവുന്ന ബ്രിഡ്ജ് ഗ്യാപ്പിംഗ് സിസ്റ്റം. ലോങ് ടേമിൽ ഡോക്ടർ പറഞ്ഞതുപോലെ ഉള്ള മെഡിക്കൽ വിദ്യാർത്ഥി കൂടുതൽ മെഡിക്കൽ സൗകര്യങ്ങൾ റൂറലിലേക്ക് വേണ്ട എമർജൻസി മെഡിക്കേഷൻ ക്വാളിഫൈഡ് ഡോക്ടർ. പക്ഷേ ഈ പൗരൻ അവകാശപ്പെടുന്നത്, പൗരൻ അർഹിക്കുന്നത് ഒക്കെ ഇത്തരത്തിലുള്ള ഒരു തട്ടിക്കൂട്ട് സംവിധാനമല്ലോ. ആ ക്വാളിറ്റി അതുകൂടി വേണമല്ലോ. ഇപ്പോൾ ആയുർവേദമാണെങ്കിൽ ആയുർവേദമായി തന്നെ വേണം, ഹോമിയോപ്പതി ആണെങ്കിൽ ഹോമിയോപ്പതിയായി വേണം. അതല്ലെങ്കിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അലോപ്പതി ആണെങ്കിൽ അത് മുറിവൈദ്യന്മാരുടെ അലോപ്പതി അല്ല,
കൃത്യമായി ആ അലോപ്പതി പഠിച്ചിറങ്ങിയ ആളുകളുടെ ചികിത്സ തന്നെ ജനത്തിൽ ലഭ്യമാകണമെന്നാണ്. അലോപ്പതി ചികിത്സയുടെ പൂർണ്ണമായ ചികിത്സയോ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ്റെ ചികിത്സയോ കുറിച്ചിട്ട് ഇവിടെ പ്രതിപാദിക്കുന്നില്ല. ഇന്ന് നിലവിൽ ഇന്ത്യയിൽ ഇത്തരം കോഴ്സുകൾ പാസ്സായി വരുന്ന, അല്ലെങ്കിൽ ബ്രിഡ്ജ് എന്നുള്ളല്ല, ഇഗ്നോയുടെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓഫ് ആയുർവേദിക് പ്രാക്ടീഷണേഴ്സ് നഴ്സസ് എന്ന് പറഞ്ഞ കോഴ്സ് പാസ്സായി വരുന്നവർ റൂറൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, റൂറൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 13 സംസ്ഥാനങ്ങളിൽ ഇത്തരം ആളുകളെ പബ്ലിക് പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിൽ പോസ്റ്റ് ചെയ്യുന്നുമുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ് ഇന്ത്യയിൽ. ഇത് ചെയ്യുന്ന ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള വളരെ നിയന്ത്രിതമായിട്ടുള്ള മേഖല മാത്രമാണ്. അത് കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്നുള്ള മേഖലയിൽ മാത്രമേ ഇവർക്ക് ചെയ്യാൻ നിലവിൽ ഇന്ന് സാഹചര്യമാണ്. വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് ഡോക്ടർ മുഹമ്മദ് അൻസാർ, ഇത് ആയുർവേദ ഡോക്ടർമാർ ആവശ്യപ്പെടുന്നത് ആ തനത് രീതിയിൽ തന്നെ ആയുർവേദം നിലനിൽക്കണം. ഹോമിയോപ്പതി ഡോക്ടർമാരും ഇത് ഈ അലോപ്പതി ചികിത്സയെ ഇതിൻ്റെ ഘടനാപരമായി തന്നെ അങ്ങേയറ്റം വ്യത്യാസമുള്ളത് കൊണ്ട് അവരതിൽ താല്പര്യപ്പെടുന്നില്ല. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു നിയമം കൊണ്ടുവരുന്നതിലൂടെ യഥാർത്ഥത്തിൽ ഏതെങ്കിലുമൊക്കെ തട്ടിപ്പുകാർക്കല്ലേ ഗുണമുണ്ടാവും? തീർച്ചയായും. ഇതിൽ ഹോമിയോ ഡോക്ടർമാരുടെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ഹോമിയോ സമൂഹം ഈ കോഴ്സിനെ അംഗീകരിക്കുന്നില്ല, സ്വാഗതം ചെയ്യുന്നില്ല. തനതായ വ്യക്തിത്വത്തോടെ നിലനിൽക്കുന്ന ഹോമിയോപ്പതിയെ നശിപ്പിക്കാൻ മാത്രമേ ഇത്തരമൊരു നീക്കത്തിലൂടെ സംഭവിക്കുകയുള്ളൂ. ഇപ്പോൾ ഡോക്ടർ ആദ്യം സംസാരിച്ച ഡോക്ടർ പറഞ്ഞു ഇവിടെ യാതൊന്നും അറിയാത്ത കുറേ മുറിവൈദ്യന്മാരെ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു. യാതൊരു കാരണവശാലും അത് തെറ്റാണ്. കാരണം എന്താ വെച്ചാൽ 5.5 വർഷം പഠിച്ചുകൊണ്ടാണ് ഒരു ഹോമിയോ ഡോക്ടറായി വരുന്നത്. ഈ ഹോമിയോപ്പതിക്ക് ഒരു അഡ്മിഷൻ കിട്ടുന്നത് കേവലം ഒരേ നിലവാരമുള്ള നീറ്റ് എഴുതിയിട്ടാണ് അഡ്മിഷൻ കിട്ടുന്നത്. ഈ നീറ്റിൽ കേവലം 10-20 മാർക്കിൻ്റെ വ്യത്യാസത്തിൽ ആ കുട്ടി അലോപ്പതിക്ക് അഡ്മിഷൻ കിട്ടുന്നു, അതുപോലെ തന്നെ ഹോമിയോപ്പതി എടുക്കാൻ നിർബന്ധിതനാവുന്നു. ഇത്തരമൊരു അവസ്ഥാവിശേഷത്തിൽ ഇപ്പോഴുള്ള കുറച്ച് ജൂനിയർ ഡോക്ടർമാർ മറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ്. കാരണം മറ്റൊന്നുമല്ല, അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യത്തെ അവർക്ക് ചിലപ്പോൾ ഈ ബില്ലിലൂടെ കൈ വന്നേക്കാം എന്നൊരു ആഗ്രഹം കൂടി. പക്ഷേ ഒരിക്കലും ഹോമിയോ സമൂഹം ഇന്ന് നിലവിലുള്ള ഒരു സംഘടനയും ഇതിനെ അംഗീകരിക്കുന്നില്ല. തീർച്ചയായും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇവിടെ വൈദ്യവൃത്തിക്ക് ആളെ കിട്ടുന്നില്ല എന്ന് ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. പക്ഷേ യാതൊരു കാരണവശാലും തെറ്റാണത്. PSCയിൽ ഇന്ന് 2000 ആള് റാങ്ക് ലിസ്റ്റിലുണ്ട്, 500 പേര് വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്. അതാണ് ഇന്നത്തെ അവസ്ഥ. ഷാജർ ഖാൻ, ഇതൊരു പഠന പ്രക്രിയ എന്ന നിലയ്ക്ക് നമ്മൾ നോക്കിയാൽ ഈ പറഞ്ഞ ബയോകെമിസ്ട്രിയും ഫാർമക്കോളജിയും അങ്ങനെ എന്താണ് 1-2 സർജറി അങ്ങനെ 1-2 കാര്യങ്ങൾ പഠിച്ചാൽ ഇനിയിപ്പോൾ അലോപ്പതി ഡോക്ടർമാരായി തീരാം എന്നുള്ള ചിന്ത എത്രത്തോളം ശരിയാണ്? അല്ല, ഇത് വാസ്തവത്തിൽ ഈ ദേശീയ കമ്മീഷനിലെ ഈ നിർദ്ദേശം എല്ലാ വൈദ്യശാസ്ത്രത്തിനും എതിരായിട്ടുള്ളതാണ്. അത് അലോപ്പതിക്ക് മാത്രം എതിരായിട്ടുള്ളതല്ല. അദ്ദേഹം പറഞ്ഞതുപോലെ ഹോമിയോപ്പതിക്കും എതിരായിട്ടുള്ളതാണ്, ആയുർവേദത്തിനും എതിരാണ്. കാരണം ആയുർവേദം, സിദ്ധ, യുനാനി, ഹോമിയോ, അലോപ്പതി ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള വൈദ്യശാസ്ത്ര ശാഖകളാണ്. അപ്പോൾ ഓരോന്നിനും ചികിത്സാ സമ്പ്രദായങ്ങൾ അടിസ്ഥാനപരമായി വിഭിന്നമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ മിക്സ് ചെയ്യുന്നത്, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വളരെ വളരെ അപകടകരമാണ്. സങ്കര വൈദ്യത്തെ 1994 കേരളത്തിൽ ഗവൺമെൻറ് കൊണ്ടുവരാൻ ശ്രമിച്ച സമയത്ത് ഞങ്ങൾ ശക്തമായി ഒപ്പോസ് ചെയ്തു. കാരണം ഇത് വൈദ്യമല്ല, വൈദ്യശാസ്ത്രത്തെ സങ്കരമാക്കുകയാണ്. സങ്കരവൈദ്യം പൊതുജനാരോഗ്യത്തെ ഇല്ലാതാക്കുന്നതാണ്, വളരെ അപകടകരമാണ്, അശാസ്ത്രീയമാണ്. എന്തുകൊണ്ട് സർക്കാർ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നു? അതിന് ഗ്രാമീണ മേഖലയിലെ ഈ ഡോക്ടർമാരുടെ അഭാവമായിട്ട് യാതൊരു ബന്ധവുമുള്ള വിഷയമല്ല. യഥാർത്ഥത്തിൽ കുറേ കൂടി വിപുലമായ ഒരു അജണ്ട ഇതിന് പിന്നിലുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ മെഡിക്കൽ വിദ്യാഭ്യാസം മാത്രമല്ല, വൈദ്യൻ സാധാരണക്കാർക്ക് അപ്രാപ്യമാക്കുന്നതിനുള്ള ഒരു നീക്കം നടത്തുകയാണ്. അലോപ്പതി എന്ന് പറഞ്ഞാൽ അത് ഒരു വിഭാഗത്തിന് മാത്രമായി ചുരുക്കാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം വാണിജ്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, കൂടുതൽ കോർപ്പറേറ്റ് കമ്പനികൾ വരികയാണ്. നമ്മൾ ഈ ബില്ലിൻ്റെ മറ്റ് വിശദാംശങ്ങളിലൂടെ കടന്നുപോയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിദേശ കോർപ്പറേറ്റ് കമ്പനികൾക്ക് നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അനുമതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. അവർക്കിവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. അതെല്ലാം ഈ നിയമം മാത്രമല്ല, ഈ മെഡിക്കൽ കൗൺസിൽ പൊളിച്ച് ഈ കമ്മീഷൻ ആക്കുമ്പോഴേക്ക് അതിൽ ഈ പറഞ്ഞ അതിലെ അംഗങ്ങളെ ജനാധിപത്യ സ്വഭാവത്തിലല്ല നോമിനേറ്റ് ചെയ്തുകൊണ്ട് ആ നിലയ്ക്ക് ഉൾക്കൊള്ളിക്കാനുള്ള നീക്കങ്ങളുണ്ട്. അങ്ങനെ അതിനെ ആത്യന്തികമായി സമൂലമായ അട്ടിമറി എന്ന നിലയ്ക്ക് തന്നെയാണ് അതിനെ കാണുന്നത്. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അഴിമതിയാണെന്നാണല്ലോ പറയുന്നത്. ശരി, സമ്മതിച്ചു. പക്ഷേ അഴിമതിയുടെ പരിഹാരം എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തെ ഇല്ലാതാക്കി കളയുന്നുള്ളതാണ്. ഇപ്പോൾ പാർലമെൻറ്റിലെ അംഗങ്ങളെല്ലാം അഴിമതിക്കാരാണ്, അതുകൊണ്ട് പാർലമെൻറ്റ് വേണ്ടെന്ന് നാളെ നമ്മൾ പറയൂ? അങ്ങനെയല്ലല്ലോ. മറിച്ച് ഇവർ അത് ഉദ്ദേശിക്കുന്നത് അഴിമതി ഇല്ലാതാക്കാനല്ല, മറിച്ച് 1956 ആക്ട് എന്തിനാണ് അവരില്ലാതാക്കുന്നത്? ഇവർ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് അകത്ത് അഴിമതി ഉണ്ടെങ്കിൽ അഴിമതിക്കാരെ മാറ്റിയാൽ നിർത്തിയാൽ മതിയല്ലോ. പകരം ഇവരുദ്ദേശിക്കുന്നത് ഇതിൽ പറയുന്നത് ഇത് റിപ്പീൽ ചെയ്യുന്നതാണ്, പൂർണ്ണമായി റിപ്പീൽ ചെയ്യുന്നു. എന്തിനു വേണ്ടി റിപ്പീൽ ചെയ്യുന്നു? കാരണം ഇതിൽ ജനാധിപത്യപരമായ ചട്ടങ്ങളുണ്ട്.
ഇപ്പോൾ ഒരു മെഡിക്കൽ കോഴ്സിന് അംഗീകാരം കൊടുക്കണമെങ്കിൽ ഏത് അടിസ്ഥാനത്തിലാണ് കൊടുക്കേണ്ടത് എന്നതിനെ സംബന്ധിക്കുന്ന ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ആയിട്ടുള്ള ഒരു ബോഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തത്വങ്ങളുണ്ട്, വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ മുഴുവൻ ഇല്ലാതാക്കുകയാണ്. നമ്പർ 1. നമ്പർ 2, 60% സീറ്റുകളിലും ഇനി മുതൽ ഈ പറയുന്ന മുതലാളിമാർക്ക് ഫീസ് നിശ്ചയിക്കാനുള്ള അനുമതി കൊടുത്തിരിക്കുകയാണ്. 40% കൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പിന്നീട് 100% ആവും, അത് വേറെ കാര്യം. പക്ഷേ ഇന്നേ വരെ നമ്മൾ പറയട്ടെ, ഇവിടെ ഏതെങ്കിലും വളത്തിൽ റെഗുലേറ്റ് ചെയ്യാനാണല്ലോ. നമ്മളിപ്പോൾ സ്വാശ്രയ വിദ്യാഭ്യാസ കച്ചവടത്തെ നിയന്ത്രിക്കുന്നതിന് കേന്ദ്രം നിയമം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് ഇന്ത്യയിലെയും വിദേശത്തെയും കമ്പനികൾക്ക് ഇവിടെ വന്ന് ഈ വിദ്യാഭ്യാസം നടത്തി കച്ചവടം നടത്തി അവർക്ക് 60% സീറ്റിലും യഥേഷ്ടം സീറ്റുകൾ ആരംഭിക്കാം, യഥേഷ്ടം സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാം. ഇതെല്ലാം തീർച്ചയായും ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിൽ പൂർണ്ണമായിട്ടും അതിലേക്ക് വരേണ്ടതുണ്ട്. അതിലേക്ക് വരാം. അതിനു മുൻപ് ഡോക്ടർ നസീർ, ഈ പറഞ്ഞ പ്രശ്നങ്ങൾ, അതായത് മുറിവൈദ്യം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ സങ്കരവൈദ്യം എന്ന നിലയ്ക്ക് ഇതിനെ കാണേണ്ടതില്ല, അത് ആ നിലയ്ക്ക് കൊണ്ടുവരുന്നത് അപകടമാവും എന്നാണല്ലോ നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മൾ ഈ കേരളത്തിൻ്റെ സാഹചര്യം തന്നെ എടുത്ത് പരിശോധിച്ചാൽ അലോപ്പതി ഡോക്ടർമാർ, ഇഷ്ടംപോലെ അലോപ്പതി ഡോക്ടർമാർ ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. ആയുർവേദ ഡോക്ടർമാർ അവരുടെ ആശുപത്രിയിൽ തന്നെ അലോപ്പതി ഡോക്ടർമാരെ വെച്ച് ഇത് രണ്ടും സങ്കരമായി ചികിത്സിക്കുന്ന രീതിയുണ്ട്. ഇത് ഒരിക്കലും ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളുടെ ഒരു അവസ്ഥയും ഈ ബില്ല് വിഭാവനം ചെയ്യുന്ന ഒരു സങ്കല്പമൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത് സങ്കരമായി ചികിത്സിക്കുന്ന ഒരു സംവിധാനം നിലവിലുണ്ട്, അതിൻ്റെ സാധ്യതകൾ പഠിക്കേണ്ടതുണ്ട് എന്ന് ചില ഡോക്ടർമാർ പറയുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ആ സാധ്യതകളുടെ പഠനത്തിലേക്ക് കടക്കുന്നത് എന്ന് കരുതിക്കൂടെ? ഈ ഒരു മിക്സോപ്പതി അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടർ അത് വേറൊരു സിസ്റ്റത്തിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിന് എന്തായാലും അതിന് ഫിസിയോളജിയോ അല്ലെങ്കിൽ അനാറ്റമിയോ മാത്രം പഠിച്ചതുകൊണ്ട് ഈ ഒരു ഫൈനൽ ഇയർ വരുമ്പോഴേക്കാണ് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഏകോപിച്ചുകൊണ്ട് നമ്മൾ ഒരു ക്ലിനിക്കൽ സിസ്റ്റത്തിലേക്ക് വരുന്നത്. ക്ലിനിക്കൽ മെഡിസിൻ തുടങ്ങുമ്പോഴാണ് ഈ പഠിച്ച കാര്യങ്ങൾ, മറ്റേത് അനാറ്റമി നമ്മൾ ഇൻഡിവിജ്വലായിട്ട് പഠിക്കുന്നു, ഫിസിയോളജി നമ്മൾ വേറെ പഠിക്കുന്നു, ബയോകെമിസ്ട്രി വേറെ പഠിക്കുന്നു, പാത്തോളജി വേറെ പഠിക്കുന്നു. ഈ ഫൈനൽ ഇയർ ആകുമ്പോഴേക്ക് ഈ പഠിച്ച കാര്യങ്ങൾ ഒരു രോഗിയിൽ എങ്ങനെ പ്രാവർത്തികമാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഫൈനൽ ഇയറിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെയുള്ള സിദ്ധാന്തം അത് അലോപ്പതിക് മെഡിസിൻ്റെത് വേറെയാണ്, പിന്നെ ഈ ആയുർവേദിക് മെഡിസിൻ്റെതും ഹോമിയോപ്പതിയും വേറെയാണ്. അപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഒരു രോഗി ഒരു പനിയായിട്ട് വന്നു കഴിഞ്ഞാൽ ആ രോഗിക്ക് ഒരു പാരസിറ്റമോൾ മാത്രം എഴുതി കൊടുക്കുന്നത് അല്ല അവിടെ ഒരു പിന്നെ ശരിക്കുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. ആ രോഗിക്ക് എന്തുകൊണ്ട് പനി വരുന്നു, അതിൻ്റെ പിന്നെ വേറെ വല്ല കാരണങ്ങളുണ്ടോ എന്നുള്ളത് കൂടെ കണ്ടുപിടിച്ചാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. തീർച്ചയായും. പക്ഷേ ഈ അലോപ്പതി ഡോക്ടർ അവസാനത്തെ ഒരു വർഷം പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായി പഠിപ്പിക്കുന്നതാണ് ഈ ബ്രിഡ്ജ് കോഴ്സെങ്കിൽ ഈ പ്രശ്നമുണ്ടോ? ഇല്ല, അത് ബേസിക്, അത് നമ്മൾ പെട്ടെന്ന് ഒരു വർഷം കൊണ്ട് പഠിച്ചുണ്ടാക്കുന്നതല്ല. ഫസ്റ്റ് ഇയർ അനാറ്റമി മുതൽ ഉള്ള എല്ലാ സബ്ജക്റ്റുകളും അത് കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു ഫൈനൽ ഇയർ ഒരു പേഷ്യൻറ്റിൽ ഈ അനാറ്റമിയും ഈ ഫിസിയോളജിയും ഈ ബയോകെമിസ്ട്രിയും എങ്ങനെ എനിക്ക് അപ്ലൈ ചെയ്യാൻ ഹോമിയോ ഡോക്ടർമാരും പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ഈ അനാറ്റമിയും ഫിസിയോളജിയും. അല്ല, അത് വ്യത്യാസമുണ്ട്. അത് ലാസ്റ്റ് ഫൈനൽ ഇയർ ആകുമ്പോഴേക്ക് അവരുടെ കൺസെപ്റ്റ് ഓഫ് മെഡിസിൻ, അത് ആയുർവേദിക് അങ്ങനെയാണെങ്കിൽ അത് ആയുർവേദം വേറെ ഇത് വേണമെന്ന് ആവശ്യമില്ല. അലോപ്പതിക് മെഡിസിന്റെ കൺസെപ്റ്റ് വേറെയാണ്. വീണ്ടും ചർച്ചയിലേക്ക്. എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ പിന്നെ ഇപ്പം നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ വിഷൻ 2016 ഭാഗമായിട്ടും മറ്റും നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ വെസ്റ്റ് ബംഗാളിലും മറ്റുമൊക്കെ പോയിട്ടുണ്ട് ഞാൻ. അവിടെയൊന്നും ഒരു 100 കിലോമീറ്റർ ദൂരത്തിലൊന്നും ചിലപ്പോൾ ഒരു PHC മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ തന്നെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്ത PHCകളാണ് അവിടെയൊക്കെ ഉള്ളത്. തീർച്ചയായും അതറിയാം. അതുകൊണ്ടാണ് താങ്കൾ ഈ പാനലിൽ ഉൾപ്പെട്ടിരിക്കുന്നത് തന്നെ ആ അനുഭവ പരിചയം കൊണ്ടാണ്. താങ്കൾക്കും പക്ഷേ പറയാൻ കഴിയുന്നത് അവിടെ ഈ പറഞ്ഞ അതിനെ മറികടക്കാൻ വേണ്ട ഒരു മാർഗമല്ല ഇത് എന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ അത് പറയാം. കാരണം രണ്ട് ഭാഗത്ത് ഇത് അവിടെയുള്ള രോഗികളുമായും അവിടെയുള്ള ഡോക്ടർമാർ എന്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ളത് ഡോക്ടർമാരുമായും ഞാൻ സംവദിക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയിരുന്നു. രോഗികളുടെ പല പ്രിസ്ക്രിപ്ഷനും എടുത്തു കഴിഞ്ഞാൽ പലരും ഇതിവിടെ ആയുർവേദം ഹോമിയോപ്പതിയും മാത്രമല്ല, നോർത്ത് ഇന്ത്യയിൽ 10ാം ക്ലാസ് പഠിച്ചവനും 11ാം ക്ലാസ് പഠിച്ചവനും ഒരു 3-4 വർഷം ഒരു ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഡോക്ടർ എന്ന ബോർഡ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപകടകരമായ ഒരു അവസ്ഥയാണത്. കാരണം അത് പിന്നെ ഈ ഒരു പനി വന്നു കഴിഞ്ഞാൽ വെറും പനിക്ക് മാത്രം ഒരു മരുന്ന് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കിഡ്നിയുടെ അസുഖവും മറ്റു രോഗങ്ങളൊക്കെ ഉണ്ടാവും. അതറിയാതെ വെറും മരുന്നുകൾ മാത്രം കുറിച്ച് കൊടുക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അവിടെയുള്ള അലോപ്പതിക് ഡോക്ടർമാരോട്, യുവ ഡോക്ടർമാരോട്, ഔസർജൻസിനോട് എന്തുകൊണ്ട് നിങ്ങൾ ഗ്രാമീണ മേഖലയിലേക്ക് വരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അവരുടെ ഉത്തരം, ഒരു ഫെസിലിറ്റിയും തരാത്ത PHCകളിൽ ഞങ്ങൾ 2 വർഷം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പഠിച്ചതൊക്കെ മറന്നുപോകും. കാരണം അവസ്ഥ നിലവിലുള്ള ഇപ്പോൾ ഇവിടെ വളരെ വിപുലമായ സംവിധാനം എല്ലാം ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും ഇവിടെ 1-2 മിനിറ്റാണ് ഒരു ഡോക്ടർക്ക് ഒരു രോഗിയെ പരിശോധിക്കാൻ കിട്ടുന്ന സമയം.
ഇവിടുത്തെ അലോപ്പതി ഡോക്ടർമാരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യുന്നുള്ളൂ. അത് ഒരു വർഷം ഇന്ത്യയിൽ ഇപ്പോൾ 10 ലക്ഷം രജിസ്റ്റേർഡ് ഡോക്ടേഴ്സ് ഉണ്ട്. 65,000 ഡോക്ടർമാർ ഒരു വർഷം പുതുതായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇത്രയും ഡോക്ടേഴ്സിനെ എന്തുകൊണ്ട് നമുക്ക് പലരും പുറത്തേക്ക് പോവുകയാണ്, ബ്രെയിൻ ട്രെയിനാണ്, പുറത്തേക്ക് പോകുന്നു. അതിനുള്ള പ്രധാന കാരണം അവർ ഇന്ത്യയിൽ അതിനുള്ള PSCകളിൽ അതിനുള്ള സൗകര്യങ്ങളും അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും കൊടുക്കുന്നില്ല. അതിനുള്ള പ്രധാന കാരണം ഇന്ത്യയുടെ GDPയുടെ 4% ഹെൽത്ത് സെക്ടറിന് വേണ്ടിയിട്ട് ഇവിടെ സേവന വേതന വ്യവസ്ഥകൾ എന്ന് നേരിട്ട് പറഞ്ഞ ശമ്പളം മര്യാദയ്ക്കുള്ള ശമ്പളം ഡോക്ടർമാർക്ക് കൊടുക്കുന്നില്ല. ശമ്പളം മാത്രമല്ല, ഫെസിലിറ്റീസ് കൊടുക്കണം. ഡോക്ടർക്ക് സൗകര്യങ്ങൾ അടിസ്ഥാനമായിട്ടെങ്കിലും പിന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ഒരു പിന്നെ ലാബ് ഫെസിലിറ്റി ഇല്ലാതെ ഒരു ഡോക്ടറെ എങ്ങനെ ഡയഗ്നോസ് ചെയ്യും? തീർച്ചയായും അതാണ്. അല്ല, എന്ന് മാത്രമല്ല, ഈ ഗ്രാമീണ മേഖലയിൽ അലോപ്പതി വേണ്ട, മോഡേൺ മെഡിസിൻ അവർക്ക് ആവശ്യമില്ല. അവർക്ക് ആയുഷ് ഡോക്ടർമാർ മതി, ഈ പറഞ്ഞ ആശാ വർക്കർമാർ പലതരം ഗുളികൾ കൊണ്ട് കൊടുത്താൽ മതി, ആ ചികിത്സ മതി. കാരണം മറ്റേ അർബൻ സിറ്റികളിൽ മാത്രമായി ഇത് ചുരുക്കുക, ഒരു പ്രിവിലേജ് ക്ലാസ്സിന് മാത്രമായി മോഡേൺ മെഡിസിൻ ഒതുക്കുക, മറ്റുള്ളവർക്ക് ഇത് കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ ഒരു അപ്രോച്ച് കൂടി ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതിന് കാരണം ഇവിടെ OTC എന്ന് പറഞ്ഞൊരു നടപടി നിലവിലില്ലേ? കാരണം കൗണ്ടർ സെയിലിൽ വിൽക്കാവുന്ന മരുന്നുകൾ അത് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ എടുത്തു കൊടുക്കാം. ചികിത്സ തേടുന്നത് മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കുന്ന ആളുടെ എണ്ണം ഇപ്പൊ കൂട്ടി 22ഓളം കുടികൾ ലഭ്യമാവും എന്നുള്ളത് പുതിയ സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട്. ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ. ഈ സമാനമായ അവസ്ഥ തന്നെയാണ് ഇപ്പൊ ഈ ബില്ലിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ഈ പറഞ്ഞ ഹോമിയോ ആയുർവേദ ഡോക്ടർമാർക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം അല്ലെങ്കിൽ ഇത് പ്രിസ്ക്രൈബ് ചെയ്യാം എന്നുള്ളതിനേക്കാൾ ഗുരുതരമായ ഒരവസ്ഥയാണ് ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ഈ മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കുന്നയാൾക്ക് ഇത് കൊടുക്കാം എന്നുള്ള ഒരു അവസ്ഥ എന്നാണ് തോന്നുന്നത്. അല്ല, മറ്റൊരു കാര്യം പറയട്ടെ, ഇവിടെ ഈ ഇന്റഗ്രേഷൻ എന്നുള്ളത് ആദ്യമൊന്നുമല്ല. 1967 64 ഉണ്ടായിരുന്നു. ഇത് RMP എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ടായിരുന്നു. അവർ ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്തിരുന്നു. അന്ന് അവരാരും വ്യാജനായിരുന്നില്ല. വിമർശിക്കുമ്പോൾ അതിന് സാമാന്യം IMA പോലുള്ള സംഘടനകൾ അല്ലെങ്കിൽ ആ സംഘടനയിലുള്ള ഉത്തരവാദപ്പെട്ടവർ വിമർശിക്കുമ്പോൾ സാമാന്യ മാന്യത പാലിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഡോക്ടർ അബ്ദുൽ ഖാദറിനോടാണ്. ഡോക്ടർ അബ്ദുൽ ഖാദർ അതിനുള്ള മറുപടി അനാട്ടമി പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ ഉണ്ട്. അസുഖങ്ങളായിട്ട് ബന്ധപ്പെട്ട് ലിവറിനെ പറ്റി പഠിക്കുമ്പോൾ സിറോസിനെ പറ്റിയും ക്യാൻസറിനെ പറ്റിയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് എങ്ങനെ ഉണ്ടാവുന്നു, എങ്ങനെ ചികിത്സിക്കണം എന്നൊക്കെ. ആ രീതിയിലാണ് ടീച്ചിങ് പോകുന്നത്. നമുക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ ആദ്യം തന്നെ പറഞ്ഞിരുന്നത് പർപ്പസ് ഈസ് ടു ക്രിയേറ്റ് വേൾഡ് ക്ലാസ് മെഡിക്കൽ പ്രൊഫഷണൽസ് എന്ന് തന്നെ വേർഡ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഉദ്ദേശം അതാണ്. ഈ രീതിയിൽ പോയാൽ അതാണ് ആ തലക്കെട്ട് കൊടുത്തിട്ട്, പക്ഷേ പിന്നീടുള്ള കാര്യങ്ങൾ നേരെ മറിച്ചാ വിരോധാഭാസല്ലേ? അല്ല, ഇവിടെ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ഇന്ന് ഇവിടെ പഠിച്ചിറങ്ങുന്ന ഡോക്ടർമാര് നിർബന്ധമായും റൂറലിൽ പോയിരിക്കണം. അതിനുള്ള നിർമ്മാണമാണ് വേണ്ടത്. അതുപോലെ തന്നെ അവർക്കുള്ള ഇൻഫ്രാസ്ട്രക്ചറും എളുപ്പമാർഗം. ശ്രീ ഗോപികൃഷ്ണൻ, എളുപ്പമല്ല, യുക്തിസഹമായ മാർഗങ്ങൾ എന്ന് പറയുന്നത് അതാണ്. ചിന്തിക്കേണ്ട വിഷയം എത്ര തന്നെയാണ്. ഇന്നിപ്പോൾ ഇവിടെ ഇപ്പോൾ ചർച്ചയിൽ ഉയർന്നു വന്ന, നമ്മൾ എടുത്തിട്ട പോയിന്റിൽ ഉയർന്നു വന്ന പ്രശ്നം, വിവിധ വൈദ്യശാസ്ത്ര ശാഖകൾ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ നമ്മളിവിടെ കണ്ടു. അതെന്താണ് അവരുടെ ഈഗോ എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ അതിലേക്ക് കിടക്കുന്നില്ല. ഇവിടെ ഒരു സർക്കാർ എന്ന് മുഴുമിക്കട്ടെ പ്ലീസ്. ഇവിടെ ഒരു സർക്കാർ എന്ന് പറയുമ്പം വൈദ്യശാസ്ത്ര ശാഖകളുടെ ഈഗോയുടെ മുകളിലല്ലല്ലോ ഒരു സർക്കാർ പ്രവർത്തിക്കുന്നത്. സർക്കാരിന്റെ ഒരു പദ്ധതി വരുമ്പോൾ ആ പദ്ധതി അതാണ്. അപ്പോ ഇത്രയും കൊണ്ട് മനസ്സിലായില്ലേ, കൊണ്ട് വ്യക്തമായ നിർദ്ദേശമുണ്ട്. അല്ല, ഇത് ശരിയായ ഒരു സങ്കല്പമല്ല എന്ന് ഈ പ്രതികരണങ്ങളിൽ നിന്നെങ്കിലും മനസ്സിലാവുന്നുണ്ടാവും. സർക്കാർ അങ്ങനെ ചിന്തിക്കരുതല്ലോ. ആയുഷ് എന്ന പദ്ധതി അല്ല സർക്കാർ ചിന്തിക്കേണ്ടത്. സംശയം ഇതാണ്, സർക്കാരിന് ചിന്തിക്കാൻ വേറെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്, അതായത് വേറെ മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ആത്യന്തികമായി ഈ പറഞ്ഞ സർക്കാരിൻ്റെ കണ്ണ് എന്നത് ഇതിനെ കോർപ്പറേറ്റ് വൽക്കരിക്കുന്നതിലൂടെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രാമങ്ങളിലെ ചികിത്സാ രീതി അത് മറ്റൊന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് തീരുമാനിക്കുന്നതും ഒക്കെയാണോ എന്ന് സംശയിക്കാവുന്ന, ഷാജർ ഖാൻ പറഞ്ഞതുപോലെ സംശയിക്കാവുന്ന ഒരു തലത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. മറ്റൊന്ന്, ഈ പറഞ്ഞ ഇതിൻ്റെ മറ്റ് വശങ്ങളിലേക്ക് വന്നാൽ ഈ കമ്മീഷനെ ഉടച്ചു വാർക്കുന്നു, അല്ലെങ്കിൽ മെഡിക്കൽ കൗൺസിലിനെ ഇല്ലാതാക്കിക്കൊണ്ട് കമ്മീഷനെ കൊണ്ടുവരുന്നു. ഈ സ്വാശ്രയ കോളേജുകളിൽ ഇടപെടൽ ശേഷി, സർക്കാരിൻ്റെ ഇടപെടൽ ശേഷി കുറയ്ക്കുന്നു. ഇങ്ങനെ നിർണായകമായ ഒട്ടേറെ തീരുമാനങ്ങൾ കൂടി ഇതിനൊപ്പമുണ്ട്. ഇത് സതുദ്ദേശപരമാണോ എന്ന് സംശയം തോന്നുകയാണ്. താങ്കളുടെ സംശയത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ സർക്കാരിന് വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നോ സർക്കാരിന് നിർബന്ധ ബുദ്ധിയോടുകൂടെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ഇത് സുപ്രീം കോടതി വിധിച്ചിട്ടുള്ളതാണ്.
അഡ്വൈസറി ഞാൻ സ്റ്റാൻഡിംഗ് പറയട്ടെ, ഈ പറഞ്ഞ കമ്മിറ്റിയുടെ ഈ റിപ്പോർട്ടും പറഞ്ഞ ഒരൊറ്റ കാര്യം അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ചോദിക്കുന്ന കാര്യം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ BJP നേരിട്ട് വന്നാൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് മിക്കവാറും. ഈ പറയുന്ന സംസ്ഥാനങ്ങളെല്ലാം തന്നെ BJP ഭരിക്കുന്നതാണ്. അതായത് ഡോക്ടർ രോഗി അനുപാതത്തിന്റെ കാര്യത്തിൽ വല്ലാതെ പിന്നോക്കം നിൽക്കുന്നു, വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്ന സംസ്ഥാനങ്ങൾ BJPയുടെ അധികാര പരിധിയിലുള്ള സ്ഥലങ്ങളാണ്. അവിടുത്തെ ഡോക്ടർമാർക്ക് മര്യാദയ്ക്ക് ശമ്പളം കൂട്ടി കൊടുത്താൽ മാത്രം പോരെ? ഈ പറഞ്ഞ ഡോക്ടർമാർ നിർബന്ധമായും അവിടുത്തെ ഡോക്ടർമാർ ഗ്രാമങ്ങളിൽ സേവനം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ പോരെ? ഈ കാര്യത്തിൽ ഒരു പരിധി വരെ പരിഹാരം കാണാൻ കഴിയില്ലേ? ഈ ബില്ലിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് വിവിധ പഠനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. ഈ പഠനങ്ങൾ മുഴുവൻ എന്തുകൊണ്ട് MCI മാറ്റുന്നു എന്നതിനൊരു സാങ്കത്യം സർക്കാരിന്റെ ഭാഗത്തുണ്ടാവണം. അത് ആരോഗ്യമന്ത്രി വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിവിധ കമ്മിറ്റികളുടെ സ്റ്റഡി റിപ്പോർട്ടുകളെ കുറിച്ചിട്ടും ഇവിടെ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം സ്റ്റഡി റിപ്പോർട്ടുകളുടെ ഭാഗമായിട്ട് ഒരേ ബോർഡ് ഗവൺമെൻറ്റിൻ്റെ സുപ്രീം കോടതിയുടെ വിധിയിൽ പറയുന്ന മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ അപജയത്തെ കുറിച്ചിട്ടാണ് സുപ്രീം കോടതി പറഞ്ഞത്. അത് നടത്തുന്ന ഒരേ ബോർഡ് മെഡിക്കൽ എഡ്യൂക്കേഷനും മെഡിക്കൽ കോളേജുകളുടെ ഡോക്ടർമാരുടെ എത്തിക്സ് കമ്മിറ്റിയും എല്ലാം ഒരേ ബോർഡ് കൈകാര്യം ചെയ്യുന്ന സംവിധാനത്തിന് അത് മാറ്റണം എന്ന് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ വിവിധ സ്റ്റഡീസാണ്. അവസാനം വന്ന പ്രൊഫസർ രഞ്ജിത് റോയ് ചതുർവേദിയുടെ 25-ന് അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം എക്സ്പേർട്ട് കമ്മിറ്റി റിപ്പോർട്ട് ആണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ഈ MCI എന്നുള്ള സാധനം. ഇത് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എന്താണ്? ഈ ബഹുഭൂരിപക്ഷം അംഗങ്ങളെയും നോമിനേറ്റ് ചെയ്യുക എന്നതാണ് ഇപ്പോഴത്തെ സങ്കല്പം. ഇനി ഇടിയായിരിക്കും, അവിടെ നോമിനേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയുള്ള ഇടിയായിരിക്കും ഈ അഴിമതി ആക്ടിലെ. അതെല്ലാം ഇലക്ടഡ് കമ്മിറ്റി ആയിരുന്നല്ലോ. അതിനകത്ത് വ്യവസ്ഥകളുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ അതിൻ്റെ രജിസ്ട്രേഷനെ സംബന്ധിക്കുന്ന വ്യവസ്ഥകളുണ്ട്, അഡ്മിഷനെ സംബന്ധിക്കുന്ന വ്യവസ്ഥകളുണ്ട്, എല്ലാത്തിനും സംബന്ധിക്കുന്ന വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ അപ്ഡേറ്റ് ചെയ്യാം. പകരം ഈ പുതിയ സാധനത്തിൽ എന്താ പറയണത്? എല്ലാ കാര്യങ്ങളും 8-9 പേരടങ്ങുന്ന പിന്നെ കേന്ദ്ര ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന ആളുകളുടെ സർവാധികാരത്തിന് കീഴിലേക്ക് വരികയാണ്. അപ്പോൾ ഈ എവിടെ വേണോ കോളേജ് ആരംഭിക്കാം, എങ്ങനെ വേണോ കോഴ്സ് കരിക്കുലത്തിൽ മാറ്റം വരുത്താം, എങ്ങനെ വേണോ ഈ സമ്പ്രദായങ്ങളെ മാറ്റിമറിക്കാൻ കഴിയും, ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അല്ല, ഇതൊരു റിമോട്ട് കൺട്രോളിൽ നടത്തണം. അതിനു വേണ്ടിയുള്ള സർവാധിപത്യം ആർക്ക് വേണ്ടിയാണ്? ഇത് ആരാണ് ഇവിടെ ആവശ്യപ്പെട്ടത്? പബ്ലിക് ആവശ്യപ്പെട്ടോ? വൈദ്യ വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ഒരു പോയിന്റ് പറഞ്ഞോട്ടെ. അതായത് കോർപ്പറേറ്റുകളുടെ ഇൻട്രസ്റ്റ് ആണ് ഇതിനകത്ത്. ഇപ്പൊ പറഞ്ഞല്ലോ ഈ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ കറപ്റ്റ് ആയത്. എങ്ങനെ കറപ്റ്റ് ആയത്? വാണിജ്യവൽക്കരിച്ചതിലൂടെയാണ്. മെഡിക്കൽ വിദ്യാഭ്യാസത്തെ വിൽപ്പനയ്ക്ക് വെച്ചതിലൂടെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും BJP ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസത്തെ കച്ചവടമാക്കി മെഡിക്കൽ രംഗത്തേക്ക് ഇപ്പോൾ കച്ചവടക്കാർ കടന്നൊരു അവസരം ഉണ്ടാക്കി കൊടുത്തു. സ്വാഭാവികമായും മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ കറപ്റ്റ് ആയിട്ടുള്ള ഒരു ബോഡിയായിട്ട് മാറി. അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, അത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ മാത്രമല്ലല്ലോ, ഏത് ബോഡിയാണ് കറപ്റ്റ് അല്ലാത്തത്? ഇന്ത്യയിൽ എല്ലാ ബോഡീസും കറപ്റ്റാണ്. അത് കറപ്റ്റ് ആക്കുന്ന ഒരു സമ്പ്രദായം നിലനിൽക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. പക്ഷെ അത് ചൂണ്ടിക്കാണില്ല. അതിനെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നില്ല. ഇതിനകത്ത് കറപ്ഷന്റെ വേറെ എന്തെല്ലാം സാധ്യത? വെറുതെ ലളിതയുക്തിക്ക് ചിന്തിച്ചാൽ തന്നെ ഈ ഒരു പുതിയ സംവിധാനത്തിൽ എന്തെല്ലാം അഴിമതിക്ക് സാധ്യതയുണ്ടെന്ന് അത് ആഗ്രഹിക്കുന്നില്ലാത്ത നമ്മളുടെ പോലും മനസ്സിൽ തെളിഞ്ഞു. ഇതിനകത്ത് പിന്നെ വലിയ തുക പിഴ കൊടുക്കാന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ. അപ്പൊ അത് തന്നെ ഇന്ന് മോഡേൺ മെഡിസിൻ കൈകാര്യം ചെയ്യുന്നവരല്ലേ കണ്ടക്ട് ചെയ്യുക? അവരാരെങ്കിലും ഈ ബ്രിഡ്ജ് കോഴ്സിന് പഠിക്കുന്നവരെ പാസ്സാക്കി വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലല്ല, അത് പാസ്സാക്കി വിടേണ്ടതുണ്ട്. കാരണം അത് വേറൊരു കച്ചവടമാണ്. ഇത്രയും പ്രധാനപ്പെട്ട ജനങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു ബില്ല് അത് പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണം എന്നുള്ള താല്പര്യത്തെ പോലും മറികടന്നുകൊണ്ട് ചെയ്യാൻ മാത്രം അത് അവസാനം IMA സമരത്തിന് പോയപ്പോഴാണ് അത് പിൻവലിച്ചത്. അത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ബില്ല് എന്തുകൊണ്ട് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മുമ്പിൽ അത് വെച്ചില്ല? എന്തുകൊണ്ട് അതിൽ തന്നെയുള്ള മിസ്റ്റർ രമേശ് അവർ ആദ്യം അതിനെ എതിർത്തെങ്കിലും ഞങ്ങൾ ആദ്യം ഡ്രാഫ്റ്റ് കോപ്പിയിൽ കണ്ട ഇതല്ല പാർലമെന്റിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള എന്ന് വ്യക്തമായിട്ട് BJPയുടെ ചില MP പറയുകയുണ്ടായി. അത് മാത്രമല്ല, ഒരു RTI പ്രകാരം ഈ പിന്നെ MP 80 പേരോളം ഇപ്പം ഉള്ള 80 പേരോളം വിവിധ തരം മെഡിക്കൽ, അത് ആയുർവേദിക് മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ, അത് അലോപ്പതിക് മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ, ഇതിൽ ബന്ധമുള്ള ആൾക്കാരാണ് 80ഓളം MP എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു അതിൽ അജണ്ട വളരെ വ്യക്തമാണ്. കാരണം ഇവിടെ ഇപ്പം ആയുർവേദിക് ഡോക്ടേഴ്സ് ഉണ്ട്, അലോപ്പതിക് ഡോക്ടേഴ്സ് ഉണ്ട്, അവർക്കൊന്നും ഇത് ആവശ്യമില്ല. പിന്നെ ആരാവശ്യപ്പെട്ടിട്ടാണ് ഇത്രയും തിടുക്കത്തിൽ ഒരു ഡിസ്കഷന് പോലും വെക്കാതെ ഇത് പാർലമെന്റിൽ എന്തുകൊണ്ട് ഇത് പാസ്സാക്കണം? അവരുടെ താല്പര്യം എവിടെയാണ്? ഒരു ഇടവേളയ്ക്ക് ശേഷം ചർച്ച തുടരും. വീണ്ടും ചർച്ചയിലേക്ക്. ഇന്ത്യൻ മെഡിക്കൽ ആക്ട് 1956 പ്രകാരം ഇതിലെ മെമ്പേഴ്സ് ഒരു സ്റ്റേറ്റിൻ്റെ പ്രതിനിധി, എല്ലാ സ്റ്റേറ്റും 29 സ്റ്റേറ്റാണ്, 29 സ്റ്റേറ്റ്, ഓരോ യൂണിവേഴ്സിറ്റി ഓരോ പ്രതിനിധി, ഓരോ മെഡിക്കൽ കൗൺസിലിന് ഓരോ പ്രതിനിധി, ഇങ്ങനെ ഏകദേശം 90 പേരുണ്ടായിരുന്നു.
അതിൻ്റെ കൂടെ 30 പേരെ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്. അങ്ങനെ 120 പേരുള്ള ഒരു ടീമായിരുന്നു. ജനാധിപത്യപരമായ രീതിയിൽ റെപ്രസെൻറ്റേറ്റീവ് പാറ്റേണിൻ്റെ ഒരു രീതിയായിരുന്നു. പുതിയതനുസരിച്ച് മെഡിക്കൽ കമ്മീഷൻ, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഔട്ട് ഓഫ് 25 5 പേര് മാത്രമേ എലക്ട് ഉണ്ടാവും. 20 പേര് നോമിനേറ്റഡ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ള അഡ്വൈസറി കൗൺസിൽ, ദാറ്റ് ഈസ് എ ബോഡി ഡിസൈഡിങ് എവരിത്തിങ് എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ 60 പേര് നോമിനേറ്റഡ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ള 4 ബോർഡുകളാണ്. അത് അത്ഭുതകരമായ ബോർഡുകൾ. അത് ഒന്ന് അണ്ടർ ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, ഒന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, ഒന്ന് മെഡിക്കൽ അസസ്മെൻറ്റ് ആൻഡ് റേറ്റിംഗ്. അതാണ് മെഡിക്കൽ കോളേജ്, പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് അവിടെ 40% ഗവൺമെൻറ് 60% അവർ തീരുമാനിക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള വേറൊന്നാണ് മെഡിക്കൽ രജിസ്ട്രേഷൻ കൗൺസിൽ, ബോർഡ് ഫോർ മെഡിക്കൽ റിസർച്ച്, BMR. ഇങ്ങനെ ഇത് 4 ഓരോന്നിലും പ്രസിഡന്റ്, സെക്രട്ടറി, മെമ്പർ 3 പേരാണ് ഉണ്ടാകുക. അത് 3 നോമിനേറ്റഡാ. ഇവിടെ എവിടെ റെപ്രസെന്റേറ്റീവ്, എവിടെ ഡെമോക്രസി? മറ്റൊരു കാര്യം, ഈ ബ്രിഡ്ജ് കോഴ്സ് അതോടെ നിൽക്കട്ടെ, അതിനൊപ്പം തന്നെ ഒരു എലിജിബിലിറ്റി എക്സാം. എന്ത് അടിസ്ഥാനത്തിലാണത്? 5 വർഷം 4.5 വർഷം കോഴ്സും 1 വർഷം ഹൗസ് സർജൻസിയും കഴിഞ്ഞ് 5.5 വർഷം പൂർത്തിയാക്കുന്ന MBBS ഡോക്ടർ വീണ്ടും എലിജിബിലിറ്റി എഴുതണം. അതുപോലെ തന്നെ അതൊക്കെ ഉള്ളതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വേറൊന്നുമല്ല, ഈ സ്വാശ്രയ കോളേജുകളിൽ നിന്ന് ഇറങ്ങി കാരണം എന്താ അറിയോ, ഇവിടെ കുഹാസാണ് ഇത് നടത്തുന്നത്. കുഹാസ് നടത്തുന്ന എക്സാമാണ് ഇവിടെ എല്ലാവരും പഠിച്ച് പാസ്സാവുന്നത്. അവിടെ പഠിക്കാത്ത ഒരാളും പാസ്സാവില്ല. അതെല്ലാവരും ഈക്വലി. ഇവിടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാർക്ക് ഈ നെക്സ്റ്റ് എക്സാം വെക്കുകയും ഇതേപോലെ ബ്രിഡ്ജ് കോഴ്സ് വെച്ചിട്ട് ക്വാളിഫൈഡ് അല്ലാത്ത വഴി ഈസി കയറാനുള്ള ബാക്ക് ഡോറും. ഇതൊരു വിരോധാഭാസം. ഇതാണ് ലളിതമല്ല ഈ ആരോപണങ്ങളൊക്കെ. ഇത് എളുപ്പത്തിൽ മറികടന്ന് പോകാനും കഴിയില്ല. അല്ല, എളുപ്പത്തിൽ മറികടക്കാനല്ലോ സർക്കാർ ഇത് എന്താണ് ഗുണം? സർക്കാർ ഗുണം എന്താണെന്ന് വ്യാഖ്യാനിക്കാൻ കഴിയും. പ്രഥമമായിട്ടുള്ള ഇന്ത്യയിലെ ഗവൺമെന്റ് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഒരു കമ്മിറ്റി രൂപീകരിച്ച് നീതി ആയോഗിന്റെ, ഇന്നത്തെ സംവിധാനത്തിൽ നീതി ആയോഗിന്റെ റെക്കമെൻഡേഷനോട് ഒരു ബില്ലുണ്ടാക്കുന്നു. ബില്ലുണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥ അനുസരിച്ച് അത് പാർലമെന്റിൽ തന്നെയാണ് വെക്കേണ്ടത്. ഗവൺമെന്റ് അത് ആരോഗ്യമന്ത്രി പാർലമെന്റിൽ തന്നെയാണ് വെച്ചത്. പാർലമെന്റിലെ ചർച്ചയ്ക്ക് ശേഷം അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടുകയും ചെയ്യുന്നു. ഇതിൽ ജനാധിപത്യ രീതിയിൽ തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ വിടാൻ തയ്യാറായിരുന്നില്ല സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക്. അതുകൊണ്ടാണ് IMA സമരത്തിന് പോകേണ്ടി വന്നത്. IMAയുടെ ഇപ്പൊ ചെയ്ത സമരത്തിന്റെ ആവശ്യം ഡിസിഷൻ എടുക്കുന്നതിന്റെ പാർലമെന്ററി ഡിസിഷൻ തന്നെയല്ലേ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് പോകുന്നത്. IMAയുടെ ഇപ്പൊ നടത്തിയ സമരം ഈ ഒരു തീരുമാനം, ഈ ഒരു ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടാൻ വേണ്ടി മാത്രമായിരുന്നു. തീർച്ചയായും. അതല്ല നിയമം എങ്ങനെ വരുന്നു എന്നുള്ളതല്ല. ഇതുകൊണ്ട് ആർക്ക് ഏത് തരത്തിലാണ് ഗുണം എന്നതൊന്ന് വിശദീകരിക്കാൻ പറ്റുന്നുണ്ടോ? ഇന്ന് നമ്മുടെ MCI എന്ന് പറയുന്ന MCIയുടെ തലവൻ, അദ്ദേഹത്തെ അഴിമതിയുടെ പേരിൽ സുപ്രീം കോടതി ശിക്ഷിച്ചതാണ്. ലാലു പ്രസാദ് യാദവിനെ ശിക്ഷിക്കുന്നു. അത് വെച്ചിട്ട് അവിടെ ഇനി മിനിസ്റ്റർ വേണ്ട, ഇനി കേന്ദ്രമതി എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? കേന്ദ്രഭരണമതി എന്ന് പറയുന്നുണ്ടോ? ബംഗാരു ലക്ഷ്മൺ കാശു വാങ്ങി എന്നതുകൊണ്ട് ആ സംവിധാനം ഇല്ലാതാക്കുന്നത് ശരിയല്ല. വളരെ ശരിയാണ്. പക്ഷേ സുപ്രീം കോടതി അതിന്റെ കൂടെ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതിൽ മാറ്റം വരുത്തണമെന്നുള്ളതാണ്. MCIയിൽ മാറ്റം വരുത്തുന്നത് വ്യക്തമായ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശപ്രകാരം തന്നെ വിവിധ കമ്മിറ്റികൾ റിപ്പോർട്ട് സമർപ്പിച്ചു. മാറ്റം വരുത്തണമെന്നേ ഉള്ളൂ. പക്ഷെ ആ മാറ്റം ഇങ്ങനെയാകുന്നത് എങ്ങനെയാണ്? മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രധാനമായിട്ടും വന്നിട്ടുള്ള ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടത് മെഡിക്കൽ വിദ്യാഭ്യാസവും മറ്റ് മെഡിക്കൽ വളരെ 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 വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വളരെ കാലങ്ങളായിട്ടുള്ള ശ്രദ്ധ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾക്ക് അംഗീകാരം കൊടുക്കുന്നതിൽ മാത്രമാണ്. ഒരു ജനറൽ എത്തിക്സ് കോഡ് പുതിയ സാഹചര്യത്തിൽ എങ്ങനെ മാറും? പുതിയ സാഹചര്യത്തിൽ ഇതുപോലുള്ള ആളുകൾ തന്നെയല്ലേ ഇതിൽ നോമിനേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ സംവിധാനം പ്രകാരം ഒരു മെഡിക്കൽ കോളേജിൽ ഇൻസ്പെക്ഷൻ നടത്താനുള്ള പോലും ഒരു ബോഡി ഇല്ല. അത് മാത്രമല്ല, സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ സ്വന്തമായി നടത്തുന്ന രാഷ്ട്രീയക്കാർ എത്ര പേരുണ്ട്, എത്ര ജനപ്രതിനിധികളുണ്ട്? മെഡിക്കൽ കോളേജ് നടത്തണമെങ്കിൽ അതിന് വേണ്ടുന്ന ബേസിക് ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്തൊക്കെ വേണം, അവിടെ പ്രൊഫസർ റേഷ്യോ എങ്ങനെ വേണം, എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ വേണം, ഒരു മെഡിക്കൽ കോളേജിന് എത്ര സീറ്റ് വെക്കാം, PG സീറ്റുകൾ എത്ര വെക്കാം എന്നുള്ളത് വ്യക്തമായ ഒരു മാനദണ്ഡമുണ്ട്.
ആ മാനദണ്ഡം പിന്നെ പ്രകാരമേ ഒരു മെഡിക്കൽ കോളേജിന് സീറ്റുകൾ ലഭിക്കുകയുള്ളൂ. പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ കോളേജും ആർക്കും ഇൻസ്പെക്ട് ചെയ്യാനുള്ള ഒരു ബോഡി പോലും ഇല്ല. തീർച്ചയായും വളരെ അന്യായമായ കാര്യം, വളരെ പരിതാപകരമായ ഒരു കാര്യം. റഷ്യയിലും ചൈനയിലൊക്കെ പോയി പഠിച്ചു വന്നവർക്ക് ഒരു സ്ക്രീനിങ് എക്സാം ഉണ്ടായിരുന്നു. അത് വേണ്ട, അതില്ലാതാക്കി. അതേ സമയത്ത് ഇവിടെ ഓരോരുത്തരും പാസ്സാവാൻ എടുക്കുന്നത് 9, 10, 12 കൊല്ലമൊക്കെയാണ്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ലൈസൻസിയേറ്റ് എക്സിറ്റ് എക്സാം എഴുതണമെന്ന് പറഞ്ഞാൽ എന്തൊരു ക്രൂരതാണ്. അതേസമയത്ത് ബ്രിഡ്ജ് കോഴ്സിലൂടെ നമ്മൾ നാട്ടുകാർക്ക് സേവനം ചെയ്യാൻ വേണ്ടി ഡോക്ടേഴ്സ് അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നത്. ഈ കുട്ടികൾ എവിടെ പോകും? അതാണ് ശ്രീ ഗോപികൃഷ്ണൻ. അതായത് ഇതിനെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് അതിന് മറുപടി വന്നില്ല. കാരണം ഇപ്പോഴുള്ള ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഡോക്ടർമാരുടെ സേവന വേതന വ്യവസ്ഥകൾ അങ്ങേയറ്റം പരിതാപകരമാണ്. ശരിയല്ലേ? ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം കേരളത്തിൽ താരതമ്യേന മെച്ചമാണ്. പക്ഷേ ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ആ ഒരു നീക്കം നടത്തുകയല്ലേ ആദ്യം വേണ്ടത്? കാരണം ഇതാണ് ലക്ഷ്യമെങ്കിൽ ഇതിന് തയ്യാറാവാത്ത പ്രശ്നമുണ്ട്. അർബൻ മേഖലയിൽ ശമ്പളം കൊടുത്താലല്ലേ ആരെങ്കിലും വരൂ. ശമ്പളത്തിന്റെ മാത്രം പ്രശ്നമല്ലല്ലോ, ശമ്പളത്തിന്റെ മാത്രം. നമ്മുടെ രാജ്യത്ത് ഒരു പരിതസ്ഥിതി വെച്ച് വളരെ വ്യക്തമായ റിപ്പോർട്ടുകൾ വിദൂര ഗ്രാമീണ പ്രദേശങ്ങളിലേക്ക് മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എത്തുന്നതിൽ നമ്മൾ വളരെയധികം പുറകോട്ടാണ്. കേരളത്തിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഈ പുതിയ സംവിധാനം കൊണ്ട് അതുണ്ടാവുന്നില്ലല്ലോ. പുതിയ സാഹചര്യം കൊണ്ട് അതുണ്ടാവുന്നില്ലല്ലോ. അവിടേക്ക് കൊടുക്കുന്നത് എമർജൻസി മെഡിക്കേഷൻ മാത്രമാണ് അവിടേക്കുള്ളതെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനേക്കാൾ ക്വാളിറ്റിയുള്ള ചികിത്സാ സംവിധാനം തന്നെ ഏർപ്പെടുത്തേണ്ടത്. ആലോചനം അതിന് വേണ്ട മാർഗം എന്താണ്? അത് തന്നെയാണ് ഞാൻ തുടക്കത്തിലേ ഞാൻ പറഞ്ഞത്. ഗ്രാമീണ സേവനം, അതുപോലെ നല്ല ശമ്പളം. ഇതിനെ വളരെ ക്ലിയറാണ് ഇതിനെ ഹ്രസ്വകാലം ദീർഘകാലം എന്നുള്ള രീതി രണ്ടായി കണ്ടുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത് നമ്മുടെ ആഗ്രഹമാണ്. അത് നമ്മുടെ ആഗ്രഹമാണ്. ഡയലൂട്ട് ചെയ്യപ്പെട്ടാൽ ആ ഡയലൂഷൻ എങ്ങനെ പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും? ഓൾറെഡി ഈ സിസ്റ്റത്തിലേക്ക് ഇതേ ബ്രിഡ്ജ് കോഴ്സ് കഴി വന്ന ഡോക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ എങ്ങനെ പ്യൂരിഫൈ ചെയ്യും? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ മെഡിക്കൽ ഇവിടെ ഇന്ത്യയിൽ GDP-യുടെ 4% ഹെൽത്ത് സെക്ടറിലെ സ്പെൻഡിങ്. 4% മാത്രം. എസ്റ്റോണിയ, ഹോണ്ടുറാസ് പോലെയുള്ള ചെറിയ രാജ്യങ്ങളിൽ പോലും അത് 10-15% ഉള്ള സ്ഥലത്ത്, ബംഗ്ലാദേശ്, പാകിസ്ഥാനിലൊക്കെ ഒരു 5% മേലെയാണ്. ഇന്ത്യയുടേത് 4% മാത്രമാണ് GDP-യുടെ ഹെൽത്ത് സെക്ടറിൽ വേണ്ടിയുള്ള പിന്നെ സ്പെൻഡിങ്. അത് കൂട്ടണം. അത് കൂട്ടിയിട്ട് ഗ്രാമീണ മേഖലകളിൽ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം. ഗ്രാമീണ മേഖല മാത്രമല്ല, ഞാൻ പറയട്ടെ, ഇപ്പോൾ ഗോരഖ്പൂരിൽ സർക്കാർ ഹോസ്പിറ്റലിൽ തന്നെ ഓക്സിജൻ കിട്ടാതെ പിടഞ്ഞു മരിച്ചു. അതെ, ഈ സർക്കാരിന് കീഴിൽ സംഭവിച്ച കാര്യമാണ്. അപ്പോൾ ഇതാണ് അവസ്ഥാവിശേഷം. നമ്മൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇവിടെ പനി മരണങ്ങൾ പോലും ആളുകൾ മരിക്കുന്ന സാഹചര്യം പോലും സാഹചര്യങ്ങളുണ്ട്. അല്ല, ഡോക്ടേഴ്സ് ഇല്ലാത്ത സാഹചര്യങ്ങളുണ്ട്. ഉള്ള സ്ഥലത്ത് പോലും അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചർ പല സ്ഥലങ്ങളിലും നൽകുന്നില്ല. അപ്പോൾ ഗ്രാമീണ മേഖലയിൽ ഇത് കൊടുക്കാനെന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ IMC ആക്ട് സെക്ഷൻ 15 പറയുന്നത് MBBS പാസ്സാകാത്ത ഒരാൾക്കും പിന്നെ ഇത് മെഡിക്കൽ അലോപ്പതി പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ മെഡിക്കൽ ആക്ട് അമെൻഡ് ചെയ്യാൻ ഇവർ തീരുമാനിക്കുന്നത്. ഈ വ്യവസ്ഥ എടുത്തു കളയാൻ വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന പുതിയ സമ്പ്രദായം കൊണ്ടുവരണമെങ്കിൽ നിലവിൽ നിൽക്കുന്ന വ്യവസ്ഥ മാറണം, അതിനകത്ത് ഭേദഗതി വരണം. അതുകൊണ്ടാണ് ഈ IMC ആക്ട് അവർ സമ്പൂർണ്ണമായും പൊളിച്ചെഴുതുന്നത്. തീർച്ചയായും ഇത്രയും പരീക്ഷ എഴുതിയതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഇങ്ങനെ ഒരു കോമൺ എൻട്രൻസ് എക്സാം എഴുതാൻ പറയാൻ കാരണം എന്താണ്? ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് തോന്നുന്നതുകൊണ്ട് തന്നെയാണോ? അത് പരീക്ഷ എന്ന് അതിനെ വലിയൊരു എൻട്രൻസ് ടെസ്റ്റ് ആയിട്ടല്ലല്ലോ നമ്മൾ കാണുന്നത്. അത് രജിസ്ട്രേഷൻ എക്സാം തന്നെയാണ്, ലൈസൻസിങ് എക്സാം ആണ്. എക്സാം എന്നും എക്സാം തന്നെയാണ്. ഒരു പ്രോട്ടോകോളും ഒരു കേന്ദ്ര സർക്കാർ ഈ മെഡിക്കൽ കൗൺസിൽ ഓഫ് പുതിയ മെഡിക്കൽ കമ്മീഷന്റെ നിയമപ്രകാരം മെഡിക്കൽ കമ്മീഷൻ വെച്ച ഡ്രാഫ്റ്റാണ്. ഈ ഡ്രാഫ്റ്റുകളൊക്കെ നാളെ നടപ്പിലാവുമെന്നൊന്നും ഞാനും പറയുന്നൊന്നുമില്ല. ശരിയെല്ലാം സമ്മതിക്കില്ല. ഇതിന്റെ നിർദ്ദേശം വളരെ കൃത്യമാണ്. രാജ്യത്തെ സർക്കാർ ചൈനയിലും റഷ്യയിലൊക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ പ്രാക്ടിക്കൽ സ്കിൽസ് നിങ്ങൾ അനലൈസ് ചെയ്യാൻ എന്തെങ്കിലും പുതിയ മാർഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? എക്സാമിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു ബോർഡ്, ഇതിൽ 4 ബോർഡുകളാണ്. 4 ബോർഡ്, 2 എഡ്യൂക്കേഷൻ ബോർഡും 2 എഡ്യൂക്കേഷൻ ബോർഡ് ഒറ്റ സെക്ടറിലും അതിനൊരു കമ്മിറ്റിയും മറ്റ് 2 ബോർഡുകളാണ്. ഇതിൽ റെക്കോർഡ്സ് സൂക്ഷിക്കാനുള്ള പിന്നെയും പരീക്ഷ അത് മാത്രമല്ല, ക്വാളിറ്റി അഷുർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ അങ്ങനെ ഒരു പരീക്ഷ വേണമെന്ന് പറയുന്നത്. അത് പക്ഷേ നിയമം പറയുന്നത് വളരെ വ്യക്തമാണ്. നമ്മൾ ഫൈനൽ ഇയറിൽ ഒരു 1 ഇയർ ഫുള്ളായിട്ട് ഹൗസ് ഏജൻസി ചെയ്യുന്ന സമയത്താണ് നമുക്ക് എല്ലായിട്ടും ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത്.
ആ സമയത്ത് നമ്മൾ ക്ലിനിക്കൽ സൈഡിൽ എക്സ്പീരിയൻസിന് പോവാതെ ഈ എക്സിറ്റ് എക്സാം എന്നുള്ള ഒരു രീതിയിൽ, അതും എൻട്രൻസ് നിലവിൽ വരുന്ന ഈ എക്സിറ്റ് എക്സാമിന് ഇരുന്ന് പഠിക്കുകയാണോ വേണ്ടത്? ആയുഷ് മന്ത്രാലയത്തെ ഒക്കെ കൂടുതൽ ശക്തിപ്പെടുത്താനും ആയുർവേദത്തെ ശക്തിപ്പെടുത്താനും ഒക്കെയുള്ള നീക്കം ഈ സർക്കാർ നടത്തുന്നുണ്ട്. ഇനി അതിൻ്റെ ഒരു ആവേശത്തിൽ അബദ്ധം പറ്റി ഇങ്ങനെയൊക്കെ എഴുതി വച്ചിരിക്കുന്നതാണോ? ഇവിടെ അബദ്ധത്തിന്റെ വിഷയമില്ല. ഇത് പാർലമെന്റിന്റെ പൊതു ചർച്ചയ്ക്ക് വെച്ചിട്ടുള്ള അങ്ങനെ വിഷയമാണ്. വെച്ചിട്ടുണ്ട്. ഇവിടെ ബോർഡ് പിന്നെ പാർലമെന്റിലല്ലേ നിയമം അവതരിപ്പിച്ചത്. അല്ല, അതിപ്പോ നിയമങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബില്ല് വന്ന് കയറി പാർലമെന്റിൽ നിന്ന് കയറി രാജ്യസഭയിൽ എത്തിയത് നമ്മൾ കണ്ടതാണ്. അതാണ് അവസ്ഥ. കുറിച്ചുള്ള അതാണ് ഒരു അവസ്ഥ എന്ന് പറഞ്ഞത്. അതുപോലെ ആയിരുന്നു പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അത് പിന്നെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടൂല എന്നുള്ള ധാർഷ്ട്യം ഇത്രയും വിഷയങ്ങൾ എല്ലാ മറുപടിയും തൽക്കാലം നമുക്ക് ഗോപികൃഷ്ണനെ കൊണ്ട് തന്നെ അതിന് പറയിക്കാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടുള്ള കാര്യം. ആകെ ഗോപികൃഷ്ണനെ എന്തായാലും ഇതിൽ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഈ വിഷയത്തിൽ, കേരളത്തിലെ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ ഒരു ചാനലുകളിലും ഇതുവരെ ഒരു BJP നേതാക്കളെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം മറുപടി പറയാൻ തയ്യാറായി എന്ന കാര്യത്തിൽ അത് വലിയ കാര്യമാണ്. അദ്ദേഹം അതിന് തയ്യാറായി എന്നുള്ളത്. ഷാജർ ഖാൻ, ഇത് ഈ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇതിൻ്റെ പ്രശ്നം എന്താണ്? ഇതിൽ എതിർപ്പ് ഉയർന്നത് എവിടെ നിന്നാണ്? ആകെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് മാത്രമാണ്. പൊതുസമൂഹം ഈ വിഷയത്തെ ഏറ്റെടുത്തിട്ടില്ല. അതെന്ത് കഷ്ടം? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് വിദ്യാർത്ഥികൾ, ഡോക്ടർമാർ, മെഡിക്കൽ രംഗത്തുള്ള മറ്റുള്ള ആളുകൾ, എന്തിന് ഹോമിയോപ്പതിയിലെയും പിന്നെ ആയുർവേദത്തിലെയും ആളുകൾ പോലും യഥാർത്ഥത്തിൽ ഈ ബില്ലിൻ്റെ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഇതൊരു ഹെൽത്ത് ഹസാർഡ് ഉണ്ടാക്കുന്ന ഇഷ്യൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ അത് കേവലം ഇത് രണ്ട് മെഡിക്കൽ സ്ട്രീംസ് തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ട് ദയവായി ചിത്രീകരിക്കരുത്. അങ്ങനെ ഒരു ഇഷ്യൂ അല്ല ഇതിനകത്ത്. ഇത് സമീപനത്തിൻ്റെ പ്രശ്നമാണ്. സമീപനം അശാസ്ത്രീയമാണ്. ഇത് ഇൻ്റഗ്രേറ്റഡ് മെഡിസിൻ എന്ന് പറയുന്നത് അത് പൊതുജനങ്ങളുടെ ആരോഗ്യം കൊണ്ട് പന്താടുന്ന ഒരു പ്രശ്നമാണ്. ഇതിലൂടെ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ചികിത്സ കിട്ടാൻ പോകുന്നില്ല. എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളും ഒരു പ്രതിസന്ധിയിൽ എത്തിപ്പെടാനാണ് ഇതിലൂടെ സംഭവിക്കാൻ പോവുക. പക്ഷേ എന്നിട്ടും ഇതറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് ഗവൺമെൻറ് ഇങ്ങനെ മുതിരുന്നു, എന്തുകൊണ്ട് ഇത്ര ധൃതിയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ കോർപ്പറേറ്റ് ഇൻട്രസ്റ്റുകളുണ്ട് എന്ന് നമ്മൾ ഈ ബില്ലിൻ്റെ ആത്യന്തിക താല്പര്യം, ആ കോർപ്പറേറ്റ് താല്പര്യങ്ങളാണ് ആത്യന്തികമായി ഇതിന് പിന്നിലുള്ളത്. ബില്ലിൻ്റെ വിശദാംശങ്ങളിലേക്ക് പിന്നെ ഈ എങ്ങനെയും മെഡിക്കൽ കൗൺസിലിനെ അഴിച്ചുപണിയുക, അത് മാറ്റി തീർത്തുകൊണ്ട് കമ്മീഷൻ കൊണ്ടുവരിക എന്നുള്ള ഒരു താല്പര്യവും ആണ് പ്രധാനമായി നിന്നത്. അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന ഒരു ചെറിയ വിഷയം എന്ന മട്ടിലാണ് ഈ പറഞ്ഞ ബ്രിഡ്ജ് കോഴ്സിനെയും ഈ അലോപ്പതി പ്രാക്ടീസ് ചെയ്യാനുള്ള സാധ്യതയും എല്ലാം ഒരുക്കിയിരിക്കുന്നത്. അത് ആ ഒരു ചിന്ത ഈ പറഞ്ഞ ഗ്രാമീണ മേഖലയെ അലോപ്പതി ചികിത്സ ലഭ്യമാക്കുന്ന ഒരു തലത്തിലേക്ക് ഉയർത്താം എന്നതിൽ നിന്നാണോ? അതോ, ഞാനത് നേരത്തെ തമാശയ്ക്ക് ചോദിച്ചല്ലോ, ഇനി ഈ ആയുർവേദത്തെ ഒക്കെ പരമാവധി ജനകീയവൽക്കരിച്ചുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് ആയുർവേദ ഡോക്ടർമാർക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു സാഹചര്യം ആയുർവേദം പോലും യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലാവും. കാരണം ആയുർവേദത്തിന്റെ സമ്പ്രദായമല്ലല്ലോ അലോപ്പതിയുള്ളത്. അലോപ്പതിയും ആയുർവേദം കൂടെ കൂട്ടിക്കുഴച്ചാൽ എന്താ ഉണ്ടാവുക? രോഗി മരിക്കും. മുറി വൈദ്യൻ ആളെ കൊല്ലുമെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോണിതാ. മുറി വൈദ്യൻ ഇതിലൂടെ സൃഷ്ടിക്കപ്പെടും. ഈ ബ്രിഡ്ജ് കോഴ്സ് പാസ്സാകുന്ന ആളുടെ അടുത്ത് വരുന്ന ആൾക്ക് എന്ത് മരുന്നായിരിക്കും അയാൾ കൊടുക്കുക? അയാൾ നേരത്തെ പഠിച്ചു വെച്ച ആയുർവേദത്തിലെ മരുന്ന് കൊടുക്കുമോ അതോ അലോപ്പതിയിലെ പുതിയ മരുന്ന് കൊടുക്കുമോ? എന്തായാലും ഈ ചെറിയ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യാനാണല്ലോ അദ്ദേഹത്തിന് അവസരം ഉണ്ടാവുക. ഇത് ബ്രിഡ്ജ് കോഴ്സ് എന്നുള്ളത് പാസ്സായിട്ട് എല്ലായിടത്തും കയറിയിട്ട് പ്രാക്ടീസ് ചെയ്യാമെന്ന് ഈ നിയമത്തിലോ ബ്രിഡ്ജ് കോഴ്സിലോ പറയുന്നില്ല. 45-ാം സെക്ഷനിലെ സപ്ലിമെന്ററി സെക്ഷനിലെ ഒരു ചെയ്യാൻ പറ്റുന്നതിനുള്ള നിയന്ത്രണങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ചെയ്യാൻ പറ്റാതിരിക്കാനുള്ള നിയന്ത്രണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. ഇതിന്റെ പുറകിലുള്ള ഇന്റൻഷൻ വളരെ വ്യക്തമായിട്ട് സർക്കാർ വ്യക്തമാക്കുന്നു. സർക്കാർ എന്താണ് വ്യക്തമാക്കിയത്? ഗ്രാമീണ മേഖലയിൽ താൽക്കാലിക, അത് ഓൾറെഡി ഇന്ത്യയിൽ നിലവിലുള്ള കോഴ്സാണ്, ഇഗ്നോ നടത്തുന്ന കോഴ്സാണ്. നിങ്ങൾ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റുഡൻസിന് ഇന്ത്യയിൽ അങ്ങനെ കോഴ്സ് ഉണ്ട്. കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്ന് പറഞ്ഞ ഇടപെട്ട് സംസാരിക്കാനാണ് ഈ വിഷയത്തിൽ. ഒരു മിനിറ്റ് സാർ, ഈ വളരെ കൃത്യമായിട്ട് ഈ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന മേഖലകളെ കുറിച്ചും അത് പറയുന്നുണ്ട്. ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്ന് പറയുന്ന എടുത്തു പറയുന്ന കോഴ്സ്. കാരണം ബ്രിഡ്ജ് കോഴ്സിനെ കുറിച്ച് പൂർണ്ണമായുള്ള തീരുമാനം എവിടെയും വന്നിട്ടില്ല. ബ്രിഡ്ജ് കോഴ്സ് 6 മാസത്തോ 1 വർഷമോ 3.5 വർഷത്തോ പറയപ്പെടാണ്. 3.5 വർഷത്തിൽ ഇന്ത്യയിൽ നിലവിലുള്ള കോഴ്സിൽ പഠിപ്പിക്കുന്നത്, 3.5 വർഷത്തിൽ ഇന്ത്യയിൽ ഗ്രാമീണ മേഖലയിലേക്ക് പോകുന്ന വർക്കേഴ്സിനെ പഠിപ്പിക്കുന്ന ഇന്ന് നിലവിലുള്ള സംവിധാനം ഉള്ളതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വളരെ വ്യക്തമാണ്. അവിടെ വ്യക്തമായി പറയുന്നത് കുട്ടികളുടെ ചികിത്സ, പ്രീനാറ്റൽ, നാറ്റൽ, പോസ്റ്റ് നാറ്റൽ, അതായത് സ്ത്രീ രോഗ ചികിത്സ, ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകൾക്കുള്ള ചികിത്സ. ഇതിൻ്റെ ഇൻറ്റൻഷൻ വളരെ വ്യക്തമാണ്.
ഈ കോഴ്സിന്റെ ഇൻഡക്ഷൻ വളരെ വ്യക്തമാണ്. അവിടെ അലോപ്പതിന്റെ എല്ലാ പ്രാക്ടീസും ചെയ്യാൻ അല്ല അവരവിടെ പോകുന്നു. ആ വർക്കേഴ്സിന് സ്കിൽസ് കൊടുക്കാണ്. ആ വർക്കറെ സ്കില്ലിന്റെ ഡോക്ടറെ, അപ്പൊ എന്റെ സംശയം അതാണ്. ഇപ്പൊ ഡോക്ടർ നാളെ ഇനി ബ്രിഡ്ജ് കോഴ്സ് പാസ്സായി അലോപ്പതി പ്രാക്ടീസ് അല്ലെങ്കിൽ അലോപ്പതി കൂടി കൊടുക്കാൻ തീരുമാനിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്ന് വെക്കുക. ഡോക്ടർ എന്താണ്, ഒരു രോഗി മുന്നിൽ വന്നിരിക്കുമ്പോൾ അയാൾക്ക് ഹോമിയോ കൊടുക്കുമോ അലോപ്പതി കൊടുക്കുമോ? തീർച്ചയായിട്ടും അവിടെ കൺഫ്യൂഷൻ ആവും. അതാണ് ഏതാണ് ശരിയായത് എന്ന് മാത്രമല്ല, ഈ രോഗി ആവശ്യപ്പെടുക, രോഗിയുടെ ആവശ്യം ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീഫാണ്. ഇത് ഹോമിയോപ്പതി കൊണ്ട് നടക്കും. പക്ഷേ ഇത് അലോപ്പതി ചികിത്സ കൂടി അടിച്ചേൽപ്പിക്കുമ്പോൾ ഒരു അടിച്ചേൽപ്പിക്കലാണ്. കാരണം നമ്മൾ ഒരു സിസ്റ്റം പഠിച്ചിട്ട് മറ്റൊരു സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ ആ സിസ്റ്റത്തിലുള്ള വിശ്വാസവും നിലവിൽ പഠിച്ച സിസ്റ്റത്തിലുള്ള വിശ്വാസവും രണ്ടും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. കാരണം ഇന്ന് 3 സബ്ജക്റ്റും 3ലും അഗ്രഗണ്യന്മാരായി നന്നായി പഠിച്ചിറങ്ങിയ ഡോക്ടർമാരിന്ന് നിലവിലുണ്ട്. ഇവരാരും പ്രാക്ടീസിൽ അത്ര വലിയ വിജയമല്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് അത് തികച്ചും അശാസ്ത്രീയമാണ്. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഒരു പ്രത്യേക ആർട്ടിക്കിളാണ്, ഒരു വകുപ്പാണ് നാഷണൽ ഹോമിയോപ്പതി കൗൺസിൽ, നാഷണൽ ആയുർവേദ കൗൺസിൽ. അത് നിലനിൽക്കുന്നുണ്ട്. അവരുമായി എല്ലാ വർഷവും അറ്റ്ലീസ്റ്റ് 1 മീറ്റിംഗ് നടത്തി MBBS സിലബസ് പുനഃക്രമീകരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നത്. ഏറ്റവും ഡാമേജിങ് കാര്യം അതായിരിക്കും. നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസം, വൈദ്യ വിദ്യാഭ്യാസം തകർച്ചയിലേക്ക് നീക്കാനുള്ള ഒരു വഴിയാണ്. അത് ഭയങ്കരമായ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. നമ്മൾ ഇതൊക്കെ നമ്മൾ അസ്യൂംഡ് ആണ്. ഇന്ന് ഇവിടെ ഇതൊന്നും ഇല്ലാതെ തന്നെ ഒത്തിരി വ്യാജന്മാര് ആയുർവേദ പ്രാക്ടീഷണർ, അലോപ്പതി പ്രാക്ടീഷണർക്ക് ബ്രിഡ്ജ് കോഴ്സിലൂടെ ആയുർവേദ ചികിത്സകനായിക്കൂടെ? ഇതല്ല ബ്രിഡ്ജ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൗകര്യങ്ങൾ എത്താത്ത സ്ഥലത്തേക്ക് ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ എന്ന് ബ്രിഡ്ജ് കോഴ്സിനെ കാണുകയാണെങ്കിൽ എന്ന് ഞാനാ പറയുന്നത്. ഈ നാഷണൽ മെഡിക്കൽ കമ്മീഷനിൽ എവിടെയും ബ്രിഡ്ജ് കോഴ്സ് ഇന്ന ആവശ്യത്തിനാണ് എന്ന് പറഞ്ഞിട്ടില്ല. ബ്രിഡ്ജ് കോഴ്സിലൂടെ ഗ്രാമീണ മേഖലയിൽ ഡോക്ടർമാരെ ലഭ്യമാക്കാൻ വേണ്ടി ബ്രിഡ്ജ് കോഴ്സിലൂടെ അവർക്ക് എമർജൻസി മെഡിക്കേഷനിൽ ട്രെയിനിങ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഈ ബ്രിഡ്ജ് കോഴ്സ് കഴിഞ്ഞവരെ കാശ് കൊടുക്കാതെ ഈ റൂറൽ മേഖലയിൽ പോകുന്ന ആരെങ്കിലും പറഞ്ഞോ? ആരെങ്കിലും സമ്മതിക്കോ? അങ്ങനെയാണെങ്കിൽ ഓരോ സിസ്റ്റം അവർ ആ സിസ്റ്റത്തിൽ തന്നെയുള്ള ട്രീറ്റ്മെന്റ് കൊടുത്താൽ പോരെ? എന്തിന് ഒരു മിക്സോപ്പതി കൊടുത്തിട്ട് മറ്റുള്ള സിസ്റ്റത്തിനെ പ്രാക്ടീസ് ചെയ്യുന്നു? അവിടെയാണ് ഇന്ന് ഇത് ബ്രിഡ്ജ് കോഴ്സ് എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ അസംഷൻ അടിയിരിക്കുന്നത്. എല്ലാവരും തീരുമാനിച്ചിട്ടില്ല. ബ്രിഡ്ജ് കോഴ്സ് എന്താണ് കാലാവധി അലോപ്പതി ചികിത്സിക്കാനുള്ള അനുമതി എന്ന് IMA പറഞ്ഞു എന്നേ ഉള്ളൂ. ബ്രിഡ്ജ് കോഴ്സ് അലോപ്പതി ചികിത്സിക്കാനുള്ള അത് തന്നെ വ്യക്തമാണ്. അലോപ്പതി ചികിത്സ അലോപ്പതി തന്നെ ഇവിടെ ഇന്ത്യയിലെ നിലവിലുള്ള നിയമപ്രകാരം അതത് ഡിഗ്രികൾ എടുത്തവർക്ക് അത് മാത്രമേ പ്രാക്ടീസ് ചെയ്യാനുള്ള നിയമമുള്ളൂ. എസ്പെഷ്യലി അലോപ്പതി മരുന്ന് കുറിക്കാൻ ആയുർവേദ ഡോക്ടർക്കോ ഹോമിയോ ഡോക്ടർക്കോ നിലവിലുള്ള സംവിധാനത്തിൽ നിയമം അനുവദിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ആ നിയമത്തിൽ മാറ്റമാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. അതാണ് ചർച്ചാ വിഷയം നമ്മളുടെ. ആ നിയമത്തിൽ മാറ്റം കൊണ്ടുവരാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത്. ഇത് വളരെ ക്ലിയർ ആണ്. ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഇന്ന് നിലവിലുള്ള ഏത് സംവിധാനം, ഉദാഹരണ സംവിധാനം നോക്കണ്ട്. ഇതിൽ എന്താണ് കൊടുക്കാൻ പോകുന്നത് തീരുമാനിച്ചിട്ടില്ല. ഇന്ന് നിലവിലുള്ള ഉദാഹരണ സംവിധാനം പ്രകാരം ഇവിടെ രാജ്യത്ത് നിലവിലുള്ള ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി അടക്കം നടത്തുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്നുള്ള ഒരു കോഴ്സാണുള്ളത്. അവിടെ കൊടുക്കുന്നത് പ്രസവ ചികിത്സ, അടിയന്തര പ്രസവ ചികിത്സ ട്രെയിനിങ്, അടിയന്തര ഡയറിയ പോലെയുള്ള പല രോഗകാരണങ്ങളിൽ കുട്ടികളുടെ ചികിത്സാ ഈ ട്രെയിനിങ്ങോടുകൂടി ഇവരെ ഈ ട്രെയിനിങ്ങോടുകൂടി ഇവരെ റൂറൽ മേഖലയിൽ ഈ പോസ്റ്റ് ചെയ്യുക എന്നാണ് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇത് തന്നെയാണെങ്കിൽ ഇത് ഹ്രസ്വകാല അടിസ്ഥാനത്തിലാക്കുകയും സർക്കാരിന്റെ അദ്ദേഹം പറഞ്ഞതുപോലെ സർക്കാരിന്റെ വിവിധ പരിശ്രമങ്ങൾ പ്രൈവറ്റ് ആയാലും പബ്ലിക് ആയാലും മേഖലയിലൂടെ റൂറൽ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനും ഡോക്ടർമാരുടെ ആളെ കൊല്ലരുത്.
ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ ആളെ കൊല്ലാൻ തീരുമാനിക്കരുത്. അതിനുള്ള അവകാശം അല്ല പക്ഷേ ഡോക്ടർ വേറൊരു പ്രശ്നമുണ്ട്. ഇത് ഈ തിരുവനന്തപുരം ആയുർവേദ മെഡിക്കൽ കോളേജിൽ ഈ പറഞ്ഞ പ്രസവ ചികിത്സയെല്ലാം മുമ്പ് പഠിപ്പിച്ചിരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒബ്സ്റ്റട്രിക്സ് പഠിപ്പിച്ചിരുന്ന അവിടെ ഈ കാര്യങ്ങളെല്ലാം നടന്നിരുന്നു. അപ്പൊ ഇത് ഈ അങ്ങേയറ്റം അങ്ങനെ കുഴപ്പം പിടിച്ച ഒരു തലത്തിൽ മാത്രം നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടാണോ ഈ പ്രശ്നം? കാരണം മുമ്പ് അവിടെ അങ്ങനെ സംഭവിച്ചിരുന്നു. തിരുവനന്തപുരം ആയുർവേദ മെഡിക്കൽ കോളേജിൽ നടന്നിരുന്നതാണ്. പ്രസവം നടത്തിക്കോട്ടെ, അവർ ആരും ഒബ്ജക്ട് ചെയ്യുന്നില്ലല്ലോ. ഈയിടെ ഞാൻ വാർത്തയെ കണ്ട ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ കണ്ട ഒരു ന്യൂസാണ് ബാൽ ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം. അതിലേക്ക് നമ്മൾ വരികയാണ്. എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം ശരിക്കും മനസ്സിലായി. നിലവിലുള്ള ഡോക്ടേഴ്സിന് ആ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്താൽ അവർ ചികിത്സിച്ചോളും. പുതിയതായിട്ട് ബ്രിഡ്ജ് കോഴ്സിലൂടെ ഒരു ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എമർജൻസി മെഡിസിൻ അവിടെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആണ് ആദ്യം വേണ്ട കാര്യം. ഇപ്പൊ തന്നെ കേരളം വ്യാജ ഡോക്ടർമാരെ കൊണ്ട് വ്യാജ വൈദ്യന്മാരെ കൊണ്ട് സമ്പുഷ്ടമാണ്. അത് കേരളത്തിൽ ഇതാണ് അവസ്ഥ. ഇത്രയും ആരോഗ്യ സംവിധാനങ്ങളെല്ലാം ഉള്ള മെച്ചപ്പെട്ട സംവിധാനമുള്ള കേരളത്തിൽ തന്നെ എത്ര വ്യാജ ഡോക്ടർമാരാണ് ഓരോ ദിവസവും. അപ്പൊ അതുകൊണ്ട് പിന്നെ ചികിത്സ വേണ്ടാത്ത രീതി, അതിനേക്കാളേറെ ചികിത്സ വേണ്ടാത്ത രീതിയുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു രോഗം, ഇപ്പൊ ഒരു ക്യാൻസറിന് ആത്തച്ചക്ക ചികിത്സ എന്ന് പറഞ്ഞപ്പോൾ കുറെ പേര് അതിന് പോയി. കുറെ പേര് മരിച്ചതിന് ശേഷം ആ പറഞ്ഞ ആള് തന്നെ തിരിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞത് തെറ്റിയതാണെന്ന് തിരുത്തി പറഞ്ഞു. കേരളത്തിൽ ഇതേപോലെ ഇപ്പം പിന്നെ ഇൻസുലിൻ പ്രമേഹ രോഗികൾക്ക് ലഡു കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റ് അങ്ങനെ പ്രാർത്ഥിച്ച് ചികിത്സ മാറ്റുന്ന സമ്പ്രദായം ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ കേരളത്തിലായിരിക്കും. ഇതിന് ലോകാരോഗ്യ സംഘടനയുമായിട്ട് അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഒരു അഭിപ്രായം എന്താണ്? ഒരു ആരോഗ്യ സംഘടനയും ഈ ഒരു NMC പോലുള്ള ഒരു ബില്ലിൽ പറയുന്ന വകുപ്പുകളോട് ഒരു നിലയ്ക്ക് യോജിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞതുപോലുള്ള ഈ ബ്രിഡ്ജ് കോഴ്സിലൂടെ ഒരാളെ നമ്മൾ ഏർപ്പാടാക്കിയാൽ അങ്ങൊരു ആജീവനാന്ന് ചെറുപ്പക്കാരനായിരിക്കുമല്ലോ, അങ്ങൊരു പിന്നെ ഒരു നല്ലൊരു ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് അവിടെ എത്താനുള്ള അവസരം ഇല്ലാതാക്കിയല്ലേ ചെയ്യാം. അതായത് WHO കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാറുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. അതുമായി ഒരു തരത്തിലും ഒരിക്കലും WHO ഒരു സിസ്റ്റം ഓഫ് മെഡിസിനെയും വേറെ സിസ്റ്റം മെഡിസിനെയും കമ്പൈൻ ചെയ്യാൻ ഒരിക്കലും WHO അതിന് പിന്നെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, രാജ്യങ്ങളിൽ ഇപ്പോൾ ജർമ്മനി അടക്കം പല രാജ്യങ്ങളിലും ഇത് എങ്ങനെ ഈ രണ്ട് ചികിത്സാ രീതികളെയും വ്യത്യസ്ത ചികിത്സാ രീതികളെ ഒന്നിച്ചു കൊണ്ടുപോകാമെന്നുള്ള പരീക്ഷണം നടത്തുന്നുണ്ടല്ലോ. വ്യത്യസ്തമുണ്ട്. ഇന്റഗ്രേറ്റഡ് മെഡിസിൻ വേറെയാണ്. ഇന്റഗ്രേറ്റഡ് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിലെ ഒരു രോഗിയെ ഈ അലോപ്പതിക് മെഡിസിൻ കൺസൾട്ടൻസും ആയുർവേദിക് മെഡിസിൻ കൺസൾട്ടൻ രണ്ടുപേരും കണ്ടിട്ട് ഈ രോഗിക്ക് അത് രണ്ടുപേരും ഡിഫറെൻ്റ് ആണ്, ഒരേ ആളല്ല ചെയ്യുന്നത്. അത് ഇൻ്റഗ്രേറ്റഡ് മെഡിസിൻ ആണ്. അവിടെയൊക്കെ ഉദ്ദേശം ഈ രോഗിക്ക് എങ്ങനെ നല്ലൊരു മെഡിക്കൽ കെയർ കൊടുക്കാൻ പറ്റും. അവിടെ ഈഗോയുടെ പ്രശ്നമല്ല വരുന്നത്. മെത്തേഡാണ്. പക്ഷേ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നമ്മൾ വല്ലാണ്ട് മാറിപ്പോന്നു. വളരെ വ്യക്തമായിട്ടുള്ള സുപ്രീം കോടതി നിർദ്ദേശം എന്നൊക്കെ പറഞ്ഞു. ഇവിടെ വ്യാജ ഡോക്ടർമാരെ കുറിച്ച് പറയുന്നു. നിലവിലുള്ള ഡോക്ടർമാരിലെ വ്യാജ പരിപാടികൾ ഇതാണ് ഈ രാജ്യത്തുനിന്ന് വലിയൊരു പ്രശ്നം. ഇന്ന് ഡോക്ടർമാരുടെ കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ പോലും കുത്തക കമ്പനികളുടെ സ്പോൺസേഡ് പേപ്പറുകൾ പ്രസൻറ്റ് ചെയ്യുന്നതിൽ വരെ എത്തി. അവിടെ 7ഉം 8ഉം MCIക്കാർ ഇപ്പം അവിടുത്തെ അവിഹിത കാര്യങ്ങൾ നോക്കാൻ പോകുന്നു. MCI തന്നെ മെഡിക്കൽ കോളേജ് അനുമതിയുടെ പേരിൽ അഴിമതി കാണുന്നു. ഇവിടെ ഈ കാര്യങ്ങളുള്ള ഒരു രാജ്യത്ത് രോഗികളുടെ പ്രഥമ ചികിത്സാ സംവിധാനത്തെക്ക് ഉപരി നിലവിലുള്ളൊരു സംവിധാനത്തിൻ്റെ അഴിമതി അപജയം. കാരണം നമ്മൾ ഇന്ന് ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ പറയുന്നത് പ്രധാനമായിട്ടുള്ള വിഷയം രാജ്യത്തെ അഴിമതിയാണ്. രാജ്യത്തെ അഴിമതി നിറഞ്ഞ ഒരു മേഖലയായിട്ട് മാറുന്നു. ഒരു മേഖലയിൽ മേഖലയിൽ ഒരു ഉടച്ചു വാർക്കൽ ആവശ്യമാണ് എന്ന് തന്നെയാണ്. മാത്രമല്ല അഴിമതി ആരാ സൃഷ്ടിക്കുന്നത്? അഴിമതി ഉണ്ടാകുന്ന അധികാരവുമായിട്ട് ബന്ധപ്പെട്ടാണ് അഴിമതി. ഇതിൽ പരിഹരിക്കാവുന്ന മറ്റു മാർഗങ്ങൾ എല്ലാവരും ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ അതിനോട് ഒരു തരത്തിലും പ്രതികരിക്കുന്നില്ല. ഈ മാർഗങ്ങളെക്കുറിച്ച് കേട്ടില്ല എന്നുള്ള നിലപാട് നടിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സംസാരിച്ച ഇവരെല്ലാവരും ഡോക്ടറും എല്ലാം അവിടുത്തെ സാഹചര്യം തന്നെ മനസ്സിലാക്കി പറഞ്ഞു. അവരുടെ സേവന വേതന വ്യവസ്ഥ, അവരുടെ സൗകര്യങ്ങൾ ഇതൊക്കെ മെച്ചപ്പെടുത്തി കൊടുത്താൽ ഡോക്ടർമാർ അവിടെ പോകാൻ തയ്യാറാവും. അവർക്ക് മാന്യമായ ശമ്പളം കൊടുത്താൽ ഡോക്ടർമാർ അവിടെ പോയി ചികിത്സിക്കാൻ തയ്യാറാവും. ആ സാധ്യതയെക്കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല എന്നതാണ് വിചിത്രമായി തോന്നുന്നത്. അതെന്തുകൊണ്ട് ആലോചിക്കുന്നില്ല എന്നതാണ്. അതെന്തുകൊണ്ട് ഡോക്ടേഴ്സാണ്. ഡോക്ടേഴ്സ് ബീഹാറിലൊക്കെ പോയി പഠിച്ചു വരുന്നവർ അവിടെ തന്നെ വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയവർ വർക്ക് ചെയ്തോളൂ. ആണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട് ഡോക്ടർ, ഇപ്പം ഈ സമരം ഏതാണ്ട് അവസാനിച്ചു.
ഇത് പക്ഷെ ബില്ലിൽ നിന്ന് സർക്കാർ എന്തായാലും ആത്യന്തികമായി പുറകോട്ടൊന്നും അല്ല, നമ്മൾ പോകുന്നില്ല. ഇത് IMA ചെയ്യേണ്ട സമരമല്ല, ജനങ്ങൾ ചെയ്യേണ്ട സമര. ഇത് ജനവിരുദ്ധം, പ്രോ കറപ്ഷൻ, പ്രോ പ്രൈവറ്റ് മാനേജ്മെന്റ്. സർ, പക്ഷെ IMA ഉറച്ചു നിൽക്കണം. അവസാനം ആടി ഉലയരുത്. ജനാധിപത്യ വിരുദ്ധം. ഇതില് IMA എടുക്കേണ്ട ഒരു സ്റ്റാൻഡ് IMA ഇതിപ്പോ സെലക്ട് കമ്മിറ്റിക്കോ സബ്ജക്ട് കമ്മിറ്റിക്കോ അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കോ വിട്ടു. അപ്പോൾ ഇത് കോസ്മെറ്റിക് ആയിട്ട് ചില ചേഞ്ചസ് വരും. അപ്പോൾ ഇത് അംഗീകരിക്കും. അങ്ങനെ പോകാൻ പാടില്ല. കാരണം ഇത് IMA അംഗീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുമോ എന്നുള്ളതാണ്. അപ്പോൾ അത് IMA അംഗീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമോ എന്നതാണ്. ഇപ്പൊ അഡ്മിഷൻ സംബന്ധമായ ഒരു കാര്യം, 60% മാനേജ്മെന്റിന് കൊടുക്കാനുള്ള തീരുമാനം, അതിൽ IMAക്ക് വ്യക്തമായ ശക്തമായ ഒരു തീരുമാനമൊന്നുമില്ല. അതായത് IMA ആദ്യമായി എതിർത്തത് 40% ഗവൺമെന്റ് ഫീസും 60% തോന്നിയതുപോലെ പ്രൈവറ്റ്. ഇത് പ്രോ പ്രൈവറ്റ് മാനേജ്മെന്റ്, അതിനെതിരാണ് IMA. പ്രധാനമായും പറഞ്ഞു പോയത് ഇതാണെങ്കിൽ കൂടി മറ്റൊട്ടേറെ കാര്യങ്ങളുണ്ട്. ഈ നോമിനേറ്റഡ് മെമ്പേഴ്സിൻ്റെ കാര്യം അടക്കമുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് ഈ സ്വാശ്രയ കോളേജുകളിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നതെല്ലാം അടക്കം ഇത് വളരെ വിശദമായ ചർച്ചയ്ക്ക് വിധേയമാകേണ്ട വിഷയം തന്നെയാണ്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ പുനർവിചിന്തനത്തിന് തയ്യാറാകും എന്ന് പ്രതീക്ഷിക്കാം. IMA ഒക്കെ അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും